بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. ومن تاب وعمل صالحا فإنه يتوب إلى الله متابا. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. أزكى الصلاة مع السلام المنتشر ما لاح نجم والدياجي تعتكر تطرى على خيل البنينا من مضر من بين رسل الله واسيط الدرر بحر العطايا المصطفى العالي القدر أهل الشفاعة خير من جاء بالزبر ركن الهدى وابل الندى وهو البدر بتمامه ولنوره استحيا القمر. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. അഭിവന്യരായ ഉസ്താദുമാരെ, കാരണവന്മാരെ, മുത്തഅല്ലിമുകളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് സജ്ജനങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ അടയാളങ്ങൾ ഓരോന്നോരോന്നായി വിശദീകരിക്കുന്ന നമ്മുടെ ഈ സദസ്സ് മൂന്നാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട എപ്പോഴും നമ്മുടെ സമൂഹത്തെ
നല്ലവരാണോ ചീത്തവരാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രധാന അടയാളം വിശദീകരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മഹാന്മാരുടെ സാമ്പത്തിക വിനിയോഗം അതൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. വിനയവും സഹിഷ്ണുതയും തഹജ്ജുദ് നിസ്കാരവും അല്ലാഹുവിലുള്ള ഖൗഫും കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു. ചുരുക്കിയാണെങ്കിൽ ഇനി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട, പലരും പലവിധേന തകർന്നടിഞ്ഞുപോയ ഒരു വിഷയമാണ് സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനുള്ള അശ്രദ്ധയും ചെലവഴിച്ചതിലുള്ള പാകപ്പിഴവും. രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. മഹാരഥന്മാർ ഏറ്റവും കൂടുതൽ കണിശത പാലിച്ച ഒരു വിഷയം കൂടിയാണത്. കാരണം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല വലിയൊരു പരീക്ഷണമായി വെച്ച ഒരു സംഗതിയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയ ഒരു പരീക്ഷണം കൂടിയാണ്. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽ മാൽ. ഓരോ സമുദായത്തിനും ഓരോ പരീക്ഷണമുണ്ട്. എന്റെ സമൂഹത്തിന്റെ പരീക്ഷണം സമ്പത്താണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സാമ്പത്തിക ദുർവ്യയം അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. അതിനനുസരിച്ച് തന്നെ കെട്ടഴിക്കാൻ കഴിയാത്ത ബാധ്യതകൾ ഒരു ഭാഗത്ത് ബാക്കി വെച്ച് യാത്ര പോകുന്നവരുടെ എണ്ണവും കുമിഞ്ഞുകൂടും. ചിലരൊക്കെ അടുത്ത് മരിച്ചുപോയത് കേൾക്കുമ്പോ ദ്വാരക്കാനും നിസ്കരിക്കാനും തന്നെ വലിയ പേടിയാണ്. കടമുള്ള ആള്, ഈ ആൾക്ക് കടമുണ്ടോ എന്ന് ആദ്യഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നു. അന്ന് സാമ്പത്തികമായി ഇസ്ലാമിക വ്യവസ്ഥിതി വിശാലത പ്രാപിച്ചിട്ടില്ല. സ്വഹാബത്തിനോട് ചോദിക്കുന്നു, ഈ കിടക്കുന്ന ജനാസക്ക് കടമുണ്ടോ? ഉണ്ട്. എന്നാ തങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്ക് അവർക്ക് അസഹ്യമായിരുന്നു. സല്ലു അലാ സ്വാഹിബിക്കും. നിങ്ങളെ കൂട്ടുകാരന് നിങ്ങൾ നിസ്കരിക്കുക. അവിടുന്ന് നിസ്കരിക്കാതെ മാറി നിന്ന ഒരു വിഷയം കൂടിയാണ് ആ ഒരു ബാധ്യത. അങ്ങനെ കേൾക്കുമ്പോ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ വിറ്റാൽ പോലും, തറവാടും അവരെ വീടുമല്ല, ഓരോരുത്തരെ വിറ്റാൽ പോലും വീട്ടാൻ കഴിയാത്ത അത്രയും ഭാരിച്ച ബാധ്യതകളുമായി ഓരോരുത്തർ പടിയിറങ്ങി. യഥാർത്ഥ ജീവിതത്തിലേക്ക് അവർ പോകുന്നത് കണക്ക് തീർത്തുകൊണ്ടോ അല്ലെങ്കിൽ തീർക്കാൻ പറ്റിയ കണക്കുമായിട്ടോ അല്ല. പിന്നെ ഈ മക്കള് നിസ്സഹായരാണ്, കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നിസ്സഹായരാണ്. അവരൊക്കെ കൈമലർത്തുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാൻ? ഇതൊക്കെ വീട്ടാൻ ഞങ്ങളെ കൊണ്ട് ആരെക്കൊണ്ട് സാധിക്കും? ഇനി അവിടെ ഒരു പഴുതേ ഉള്ളൂ. കിട്ടാനുള്ള അവകാശി പൊരുത്തപ്പെട്ടു തരിക എന്നുള്ളൊരു വിഷയം മാത്രം, വേറൊന്നുമില്ല. കാരണം അതൊക്കെ കൂടി കൊടുക്കാൻ കഴിയൂല. കൊടുക്കാൻ എവിടുന്ന്? ഇപ്പൊ അടുത്തൊരാൾ മരണപ്പെട്ടു പോയപ്പോ അയാൾക്ക് സഹോദരങ്ങളെ 25 കോടിയാണ് അയാളെ കടം. ആകെ ഒരു 4.5 സെന്റ് വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. പഠിച്ച് വളർന്നു വരുന്ന മക്കള് മാത്രം. എങ്ങനെ വിട്ടത്? ആര് വിട്ടു? ഒരു വലിയ വിഷയമാണ്. സല്ലു അലാ സ്വാഹിബിക്കും എന്നത് സ്വഹാബത്തിന് ഏറ്റവും പ്രയാസമുള്ളൊരു വാക്കായിരുന്നു.
നമ്മളൊന്ന് ആ രംഗം ചിന്തിച്ചു നോക്കൂ. മദീന പള്ളിയിൽ ജനാസ കൊണ്ടുവന്നിട്ട് നിസ്കരിക്കാതെ നിങ്ങൾ മാറി നിൽക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ചെറുതാ. തങ്ങള് ഈ കിടക്കുന്ന ആള് ഈമാനിൽ യാതൊരു കുഴപ്പമില്ലാത്ത ഒരാളാണെങ്കിൽ അവിടുത്തെ ദുആ, ആ ശഫാഅത്തിന്റെ ആ റെക്കമെൻഡ് എത്ര വലിയ ഫലം കിട്ടും. പക്ഷെ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറയുന്ന ആ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. കുറച്ചുകൂടി സാമ്പത്തിക പുരോഗതി എത്തിയപ്പോ സ്വഹാബത്തിനോട് തങ്ങൾ ചോദിക്കുന്നു, കടം ആരെങ്കിലും ഏറ്റെടുക്കാൻ റെഡിയുണ്ടോ? അപ്പൊ മുന്നോട്ട് വരും, അവര് കടം ഏറ്റെടുക്കുമ്പോ തങ്ങൾ നിസ്കരിക്കും. അപ്പൊ ഒരാശ്വാസമായി. ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഒരു സുഹൃത്ത് അങ്ങനെ മരണപ്പെട്ട അന്ന് കടബാധ്യതയുണ്ട്, ഞാൻ ഏറ്റെടുത്തു എന്ന് തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങൾ നിസ്കരിച്ചു. നിസ്കാരം നടന്നത് സുബൈക്ക് ശേഷം ദുഹാന്റെ സമയത്താണ്. ളുഹറിന് ഞാൻ പള്ളിയിലെത്തിയപ്പോ തങ്ങൾ എന്നോട് ചോദിച്ചു, കടം വീട്ടിയോ? ളുഹറിന് ഞാൻ പള്ളിയിലെത്തിയപ്പോഴേക്ക് എന്നോട് ചോദിച്ചു, കടം വീട്ടിയോ? ആ മനുഷ്യനെ മണ്ണിലേക്ക് വെച്ച് കുറഞ്ഞ നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത്രയും പെട്ടെന്ന് വീട്ടണം. മഹാനവർകൾ പറഞ്ഞു, അസുറിന് പോകുമ്പോ ചോദ്യം ഉറപ്പാ നിനക്കായി, ഉറപ്പായി. കാരണം ളുഹറിന് ചോദിച്ചില്ലേ, അസുറിന് ഏതാനും ചോദിക്കും. ബാധ്യതകളൊക്കെ കൊടുത്തു വിട്ട് ഞാൻ പള്ളിയിലെത്തിയപ്പോ വീണ്ടും ചോദിച്ചു, വീട്ടിയോ? വീട്ടി, അൽഹംദുലില്ലാ. ആ കിടക്കുന്ന ആൾക്ക് സ്വസ്ഥത കിട്ടിയതിന്റെ ഹംദാണ് ചൊല്ലിയത്. അതൊരു ചെറിയ സംഗതിയല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ച ആയത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത് ആയത്തുദ്ദൈൻ, കടത്തിനെ പറ്റി പറയുന്ന ആയത്താണ്. ഒരു പേജ് ഉണ്ട്, അത്ര വലിപ്പമുള്ള ഒരു ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ വേറല്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും വലുപ്പമുള്ള ആയത്ത് സൂറത്തുൽ ബഖറയിലെ ആയത്തുദ്ദൈനാണ്. കടബാധ്യതയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ആയത്ത്. അതിൽ സാക്ഷി വെക്കണമെന്നും എഴുതി വെക്കണമെന്നും സാക്ഷിക്ക് ആണുങ്ങളെ കിട്ടിയിട്ടില്ലെങ്കിൽ പെണ്ണുങ്ങളെ സ്വീകരിക്കണമെന്നും എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു തആല ആ ഒരു വിഷയത്തെ മാത്രം അധികരിച്ചുകൊണ്ട് പറയുന്നത്. അതൊരു ചെറിയ സംഗതിയല്ല. ബാധ്യതകളൊന്നും ബാക്കി വെക്കാത്ത രീതിയിലുള്ള മരണം അല്ലാഹു നൽകുമാറാകട്ടെ. വല്ലാതെ പേടിയുള്ളൊരു സംഗതിയാണ്. അതിന് മുമ്പ് ഹക്കടപാടുകളൊക്കെ വീട്ടാനും നേരാവണ്ണം അതിൽ നിന്നൊക്കെ ഒഴിയാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല ഏറ്റി തരുമാറാകട്ടെ. സഹോദരിമാരെ, സഹോദരങ്ങളെ, എഴുതി വെക്കണം എന്ന് പറയുന്നത് അതൊരു ചെറിയ സംഗതിയല്ല. മക്കള്, കുടുംബാംഗങ്ങള്, സ്നേഹിതന്മാര് ആരും വിട്ടാലോ കടം. പക്ഷെ കണക്കറിഞ്ഞില്ലെങ്കിലോ, കിട്ടാനുള്ളത് ആള് എങ്ങനെ ചോദിക്കാന്ന് അയാളെ മനസ്സിലൊരു വിഷമം. മരിച്ചു പോയില്ലേ, നബിനെ പൊരുത്തപ്പെട്ടുണ്ടോ? അതൊട്ടില്ലേനും. കൊടുക്കാനുള്ളവർക്ക് ആർക്കൊക്കെ ഉണ്ട് എന്ന് തെരഞ്ഞു പിടിച്ച് ഒന്നാകെ എത്തിക്കാനും കഴിയില്ല. അതിനുള്ള എളുപ്പമാർഗമാണ് തലക്കാമ്പുറത്ത് തലേണന്റെ ചുവട്ടി ഒരു ഡയറി, എല്ലാ ദിവസവും എഴുതുന്ന ഡയറി കുറിപ്പിൽ ഒരു ഡയറി, കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും രണ്ടും എഴുതാലോ അല്ലെ? എഴുതിയൊക്കെ എന്നാ പിന്നെ വലിയ രക്ഷ കിട്ടും. അല്ല, ഈ ബാധ്യത അങ്ങനെ ബാക്കി നിൽക്കുന്ന സമയത്തോളം കാലത്തോളം ഈ കിടക്കുന്ന ആൾക്കൊരു സ്വസ്ഥത ലഭിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിലെ മൂന്നാമത്തെ ഘട്ടം, സാമ്പത്തികമായി ബൈത്തുൽ മാലിലൊക്കെ വലിയ പുരോഗതി വന്നപ്പോ കടമുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടുമെന്ന് തങ്ങൾ പറയും. ഈ ജനാസയുടെ കടം ഞാൻ വീട്ടും. നബിയെ, സ്വത്തുണ്ട് അയാൾക്ക്, സ്വത്ത് അനന്തരക്കാരെടുത്തോട്ടെ, ഞാൻ ആ കടം വീട്ടിക്കൊള്ളും. അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി, ഓരോ വിശ്വാസിയോടും സ്വന്തത്തെക്കാൾ കടപ്പെട്ട ആള് ഞാനാണ്, ആ കടം ഞാൻ വീട്ടും. അതും നമുക്കൊരു മാതൃകയാണ്. കാരണം ഈ മരിച്ചു പോകുന്ന ആൾക്കാരൊന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരല്ല. ഈമാനികമായ ബന്ധത്തിന്റെ പേരിലുള്ള ആ ഒരു സഹായം അതും കൊടുക്കാവുന്നതാണ്. ജീവിതകാലത്ത് മാത്രമൊന്നല്ലല്ലോ സഹായം, മരിച്ചതിന്റെ ശേഷം ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമാണത്, അവിടെ കടം വീട്ടുക എന്നുള്ളത്. അപ്പോ ബാധ്യതകളെ സംബന്ധിച്ച് സാമ്പത്തിക
വ്യയത്തെ സംബന്ധിച്ചാണ്, മഹാന്മാരെ എങ്ങനെ ചെലവഴിച്ചിരുന്നു എന്നതിനെ പറ്റിയാണ് ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. വല്ലദീന അല്ലാഹുവിന്റെ ഇഷ്ടദാസരായ മഹാന്മാർ, ഇദാ അൻഫഖൂ അവർ ചെലവഴിക്കുകയാണെങ്കിൽ, ലം യുസ്രിഫൂ ചെലവഴിക്കുന്ന ഒറ്റ വിഷയത്തിലും അവർ അധികമാക്കുകയില്ല, പരിധി ലംഘിക്കുകയില്ല. വലം യഖ്തുറൂ ആവശ്യത്തിന് കൊടുക്കേണ്ടിടത്ത് പിശുക്കുകയും ഇല്ല. വകാന ബൈന ദാലിക ഖവാമാ അതിനിടയിൽ അവർ മിതത്വം പാലിക്കുമായിരുന്നു. മിതമായ നിലക്കുള്ള സാമ്പത്തിക ചെലവ്, മിതമായ നിലക്ക് സമ്പത്ത് ചെലവഴിച്ചവരായിരുന്നു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ. അവരേത് വിഷയത്തിൽ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിലും ഒരൊറ്റ വിഷയത്തിലും ഓവറായി എന്ന് പറയാനുണ്ടാകൂല, പറ്റ പിശുക്കി എന്ന് പറയാനുണ്ടാകൂല. അതിനിടയിൽ മിതമായ ഒരു നിലപാട് സാമ്പത്തിക രംഗത്ത് എപ്പോഴും സ്വീകരിക്കേണ്ട ഒന്നാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ലോണം വിശദീകരിച്ച് ഈ വിഷയം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ അധിക ചെലവുകൾ ധാരാളം കാര്യങ്ങളിൽ വന്നു ചേരുന്നുണ്ട്. സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പലതും പരിധി വിട്ട് ദൂർത്ത് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് പോകുന്നുണ്ട്. ലം യുസ്രിഫൂ ഇവിടെ പറഞ്ഞില്ലേ, ദൂർത്താവുകയില്ല. ദൂർത്ത് സത്യത്തിൽ പിശാചിന്റെ സ്വഭാവമാണ്. ദൂർത്ത് ചെയ്യുന്ന, ദുർവ്യയം ചെയ്യുന്നവരുടെ സ്വഭാവം പൈശാചിക സ്വഭാവമാണ്. ആവശ്യത്തിനപ്പുറം, ഉദാഹരണം പറഞ്ഞവർക്ക് വേഗം മനസ്സിലാവും. അതെല്ലാത്തിലും വരും. എന്നോട് പിണങ്ങൊന്നും വേണ്ട, ഉള്ളതുള്ളതുപോലെ പറയാം. വസ്ത്രത്തിൽ വരും, വീട്ടിൽ വരും, കല്യാണത്തിൽ വരും, ഭക്ഷണത്തിൽ വരും, എല്ലാ സംഗതികളിലും. ഇസ്രാഫ് അധികം ഉണ്ടാകാൻ പാടില്ല, പാകത്തിനെ പറ്റി. ഇന്നത് കൂടി 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 വരും. വഹബ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, മൽ ബിനാഉൽ ലദീ ലാ സറഫ ഫീഹി, ദുർവ്യയമാകാത്ത, അമിതമാകാത്ത ബിനാ, കെട്ടിടം, പാർപ്പിടം ഏതാണ്? മഹാനവറുകൾ പറഞ്ഞു, വെയിൽ കൊള്ളാത്ത, മഴയേൽക്കാത്ത ഭദ്രമായ ഒരു കെട്ടിടം. അതിനാ ഭദ്രത ഉണ്ടാകണം. അതിൽ തന്നെ ഓടാകാം, വാർപ്പാകാം, ആ രൂപങ്ങളൊക്കെ സ്വീകരിക്കാം. അതിനൊന്നും തകരാറില്ല, ആവശ്യത്തിന് മാത്രം. അതിൽ അനാവശ്യമുണ്ടോ? ദൂർത്ത് രൂപമുണ്ടോ? ഉണ്ട്. അമിത ഭംഗി അതിലുള്ള ദൂർത്താണ്. അമിത ഭംഗി വേണ്ട, പാകത്തെ ഭംഗി. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ അസറിന് ശേഷം സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്വഹാബിന്റെ വീട് കണ്ടു. ആ വീടിന്റെ മേലെ വലിയ കുബ്ബ. പള്ളിക്ക് കുബ്ബ ഉണ്ടാകലുണ്ട് അല്ലെ? അതൊരു അലാമത്താണ്, ഒരു ബഹുമാനത്തിന്റെ അടയാളം. മക്ബറക്കും കുബ്ബ ഉണ്ടാകലുണ്ട്. ഒരുപാട് മക്ബറകൾക്ക് കുബ്ബ ഉണ്ടായിരുന്നു എന്ന് തഹ്ദീബുൽ അസ്മാഇൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു. ജന്നത്തുൽ ബഖീലെ ഖബറുകളെ ചെറുതൊക്കെ വിശദീകരിച്ചിടത്തൊക്കെ വലൈഹി ഖുബ്ബത്തുൻ യുസാറു വയതബറകു ബിഹി, എന്റെ മേലെ ഒരു കുബ്ബ ഉണ്ടായിരുന്നു, നല്ല ബഹുമാനമുള്ള കുബ്ബ. ആളുകൾ സിയാറത്തിന് പോകാറുണ്ട്. അതിന്റെ ചുവട്ടിൽ നിന്ന് ദ്വാരക്കലിന്, ബർക്കത്തുർക്കലിനൊക്കെ. പിന്നെ കർസേവകർ വന്നപ്പോ, കർസേവകരുണ്ടല്ലോ, പരിഷ്കർത്താക്കളായ കർസേവകർ, അവരതൊക്കെ പൊടിച്ചു നീക്കി. മുസ്ലിം സമൂഹത്തിന്റെ കർസേവകരില്ലേ, സമൂഹത്തിലെ വിധേയികള്, അവരാണ് ഒക്കെ തട്ടി നിരപ്പാക്കിയത്. ജന്നത്തുൽ ബഖീലെ കുബ്ബകളൊക്കെ. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ചരിത്രം വിശദീകരിച്ച് പറയുന്നു, വലിയൊരു കുബ്ബ ഉണ്ടായിരുന്നു. മിസ്റിൽ പോയി നോക്ക് നിങ്ങൾ, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഖബറിന്റെ മേലെ വലിയൊരു കുബ്ബയുണ്ട്. ദൂരത്തുനിന്ന് കാണും ആ കുബ്ബ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുജറത്തു ശരീഫയുടെ മുകളിലുള്ള ഖുബ്ബത്തുൽ ഖദറാ എത്ര ദൂരത്തുനിന്ന് കാണും. എന്തൊരു ബഹുമാനം, അതൊരു അടയാളമാണ് പള്ളിക്കും മക്ബറക്കും.
ഈ വീടിന്റെ മേലെ കുബ്ബ കണ്ടപ്പോ തങ്ങൾ ചോദിച്ചു, വീടിനെന്തിനാ കുബ്ബ? വീടിനെന്തിനാണ് കുബ്ബാന്ന് ചോദിച്ചു. വേറൊന്നും ചോദിച്ചില്ല. ആരുടെ വീടാന്ന് ചോദിച്ചു. സ്വഹാബത്തിനോട് ചോദിച്ചു, ആരുടെ വീടാ? ആളെ പറഞ്ഞു കൊടുത്തു. അടുത്ത ചോദ്യം, വീടിനെന്തിനാ കുബ്ബ? ചോദ്യം മനസ്സിലായില്ലേ? അനാവശ്യ ചെലവാണ്. എന്നിട്ട് അതിന്റെ ഗൗരവത്രയെന്ന് പറയുന്നത് നമ്മൾ വെറുതെ കണക്കൂട്ടരുത്. ഞാൻ പറഞ്ഞുതരാ. നമ്മളെ ഈ കാലഘട്ടത്തിൽ അമിത ചെലവുണ്ടോ? പറയാ, വിഷമിക്കണ്ട കേട്ടോ. ചെലവ് വന്നെങ്കിൽ തിരിച്ചാൽ മതി. അതിനേക്കാൾ ഏറെ ഇനി ചെലവൊന്നും വരാതെ ഏറെ കൊടുക്കുക, ദീനിന് കൊടുക്കുക. ഇവിടെ കുറെ ആവശ്യമുണ്ട്, ഇതിലൊക്കെ തരും. അപ്പൊ ശരിയാവും. അത് പരിഹരിക്കാറ് തൗബ എന്നുള്ളവർക്ക്, കഫാറത്ത് എന്നുള്ളവർക്ക് പ്രായശ്ചിത്തണ്ടല്ലോ, അത് കൊടുത്താൽ മതി. നിങ്ങൾ നോക്ക്, ഈ കുബ്ബ ഉണ്ടാക്കിയ ആ സ്വഹാബി, വീടുണ്ടാക്കിയ സ്വഹാബി അസ്റിന് ശേഷം പിറ്റത്തെ ദിവസം തങ്ങളെ സദസ്സിൽ വന്നു, സലാം പറഞ്ഞു. സലാം മടക്കിയില്ല. കണ്ടോ? സലാം മടക്കിയില്ല. തങ്ങളിങ്ങനെ തിരിഞ്ഞു, മുഖം തിരിച്ചു. ഇപ്പുറത്ത് വന്ന് പിന്നെ സലാം പറഞ്ഞു, മുഖം തിരിച്ചെടുത്ത്. അപ്പൊ അപ്പുറത്തേക്ക് തിരിച്ചു, സലാം മടക്കിയില്ല. സങ്കടത്തോടെ പുറത്തിറങ്ങി. എന്താന്ന് അറിയുന്നില്ലല്ലോ. പുറത്തിറങ്ങിയപ്പോ കുറച്ച് സ്വഹാബത്ത് പറഞ്ഞു, സംഗതി ഇതാണ്. ഇന്നലെ ഞങ്ങളെല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടൊപ്പം അസ്റിന് ശേഷം നടന്നു പോകുമ്പോ നിങ്ങളെ വീട് കണ്ടു. കുബ്ബ കണ്ടപ്പോ തങ്ങൾ ചോദിച്ചു, വീട് ആരുടേതാണ്? വീടിനെന്തിനാ കുബ്ബ എന്ന് ചോദിച്ചു. അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, അതാണ് വിഷയം, അതാ വിഷയം, അതായിരിക്കണം, അല്ലാതെ വേറൊന്നുമില്ലല്ലോ. ഇന്നലത്തിന് ശേഷം വേറൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല. ഉടനെ പോയി കുബ്ബ പൊളിച്ചു, തകർത്തു. ഒഴിവാക്കിയതിന് ശേഷം വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അറിയാതെ പറ്റിയതാണ്, മാപ്പാക്കണം നബിയേ, ഞാൻ ആ കുബ്ബ പൊളിച്ചിട്ടുണ്ട്. സലാം പറഞ്ഞു, സലാം മടക്കി. സലാം മടക്കാത്ത അത്രയും ഗൗരവമുള്ള, തങ്ങളൊന്നും നോക്കാത്ത അത്രയും ഗൗരവമുള്ള ഒരു വിഷയമായി പോയി അമിത ചെലവ്. നമ്മൾ മനസ്സിലാക്കണം, അമിത ചെലവ്. വീട് വേണം, വീടിന് മതില് വേണം, വേണ്ടേ? മതില് വേണം, സുരക്ഷിത മതില് വേണം, മതില് കെട്ടണം, ഗേറ്റും വെക്കണം. കൈവനുസരിച്ച് നാളെ തന്നെ പൊഞ്ഞ് ബുദ്ധിമുട്ടാവുന്ന വേണ്ട, കൈവനുസരിച്ച് ഗേറ്റ് ഒക്കെ വെക്കണം. വരുന്ന ഭാഗങ്ങളിൽ വെളിച്ചം വേണം, ആൾക്കാർക്ക് നടന്നു തന്നെ വെളിച്ചം വേണം. മതിലിന്റെ ഓരോ പോയിന്റിലും 5ഉം 10ഉം 15 ലൈറ്റ് അത് വേണം. അത് വേണം, വേണ്ടല്ലോ, അത് വേണ്ട. അപ്പൊ മനസ്സിലാണല്ലോ അമിത ഏതാ? പാകത്തിന് മതി. ഗേറ്റിങ്ങിൽ വെളിച്ചം വേണം, കാരണം അതിൽ നടന്നു വരാനുള്ളത്. വണ്ടിക്കും വരേണ്ടി വരും, അപ്പൊ അവിടെ നല്ല ലൈറ്റ് വേണം. ചെറിയ ഒരു ഗേറ്റ് ഉണ്ട് നടന്നു വരുന്നത്, മറ്റേ വണ്ടിക്ക് വരുന്നതാണ്, ചിലപ്പോ പൂട്ടിയിടും. അപ്പൊ ഈ നടന്നു വരുന്നിടത്തും വേണം, കാരണം ആൾക്കാർ തപ്പിത്തടഞ്ഞ് വീഴാൻ പാടില്ല, അവിടെ ലൈറ്റ് വേണം. ഇത് മതില്, ആ മതിലിന് പള്ളിയിലൊക്കെ ഉണ്ടാണോ തൂണുണ്ട്, ആ മതിൽ ഒരു തൂണുമേൽ 10 ലൈറ്റ്, അപ്പുറത്തും 10 തൂണ്ടെങ്കിൽ ലൈറ്റ് എത്ര? സുബ്ഹാനല്ലാഹ്. അങ്ങനെ വേണ്ട, അമിത ചെലവ്, പാകത്തിൽ. ആ മതിലുണ്ടാക്കണം, മതില് തേക്കണം, ഭദ്രാക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ ആ മതിലിന്റെ മേലെ മാർബിൾ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. മതില് മൊത്തം മാർബിൾ ഇടണം, അത് വേണം. മതില് തേച്ച് പെയിന്റ് അടിച്ചാൽ മതി, പോരെ? അത് മതി. നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ഉണ്ടോന്നല്ലേ? നിങ്ങൾ വരിയാൻ കാണിച്ചു തരാം. ഇതൊന്നല്ല, ഇതിൽ അപ്പുറമുള്ളത് ഞാൻ ചെറുതേ പറഞ്ഞിട്ടുള്ളൂ. കാട്ടിക്കൂട്ടിയത് നമ്മുടെ സമൂഹം സമ്പത്ത് കൊണ്ട് കാട്ടിക്കൂട്ടിയത് കാണണമെങ്കിൽ ഓരോന്നും കാണുമ്പോ ചൊല്ലു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത്രയധികം പാകത്തിന് മതി, ഏറെ വേണ്ട. സാറേ, ഈ കാലത്ത് ഈ വേള മാറ്റിക്കൂടെ? മാറ്റാൻ പറ്റൂല. എല്ലാ കാലത്തും വേളം തന്നെ, നിയമം ഒന്നായതുകൊണ്ട് വേളം ഒന്നാണ്, മറ്റൊന്നുമില്ലത്. ലം യുസ്രിഫു, ചെലവഴിക്കുമ്പോ ദൂർത്ത് വേണ്ട. ഓരോന്ന് എണ്ണി അങ്ങനെ പോകട്ടെ, അല്ലെ സമയം മതിയാവില്ല. കല്യാണത്തിന്റെ ദൂർത്ത്. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ, ഉമ്മമാരില്ലേ, സഹോദരിമാരെ, ശരിക്ക് നിങ്ങൾ 2 കാതും കൂർപ്പിച്ച് കേൾക്കണം. ഇന്നത്തെ വാള് നല്ലോണം ജീവിതത്തിൽ പകർത്തണം. ഒരമിത ചെലവിലേക്കും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹായികളാകരുത്. എന്റെ കുടുംബത്തിൽ മറ്റോടത്ത് അങ്ങനെ നടന്നു, അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി ഏറണം, അങ്ങനെ വാശി പിടിക്കരുത്. കഴിവനുസരിച്ചുള്ള ചെലവിന് മാത്രം വാശി പിടിച്ചാൽ മതി, പാകത്തിനുള്ളത് മാത്രം മതി. ഇപ്പൊ 2 ആഴ്ച മുമ്പേ നമ്മളെ നാട്ടിന്റെ പരിസരത്ത്, സ്ഥലം ഒന്നും പറയില്ല, ഞങ്ങൾ ചോദിക്കരുത്, ഇവിടെ തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെ കല്യാണത്തിന് മുമ്പ് ഒരു പരിപാടി ഉണ്ടല്ലോ, എന്റെ പേരെന്താ?
നിശ്ചയെന്നല്ലേ അല്ലേ? നിശ്ചയം. ഞങ്ങളെ നാട്ടിലൊക്കെ രണ്ടാൾക്കാർ പോയി കട്ടൻ ചായ കുടിച്ചു വന്നിട്ട് ഒരു ഉസ്താദ് അൽഫാത്തിഹ ഉറപ്പിക്കലാണ്, ഉറപ്പിക്കലാണ്. അത്രേ ഉള്ളൂ. ഒരു ഉസ്താദിനോട് പറയും, ഉസ്താദിന് നിശ്ചയം നിങ്ങളൊന്ന് വരണം, അവിടുന്ന് ഒരു 4-5 ആൾ വരുന്നുണ്ട്, ഒന്ന് പറഞ്ഞുറപ്പിക്കാൻ. അപ്പൊ അതിലേക്ക് എന്തെങ്കിലും ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാവും, ഒരു അൽഫാത്തിഹ ഉറപ്പിച്ച് പിരി. നിശ്ചയത്തിന് ഇവിടെ അടുത്ത് ചെലവായത് എത്ര? 2 ആഴ്ച മുമ്പ് സ്വഹീഹായ റിപ്പോർട്ടാണ്, 15 ലക്ഷം. കേൾക്കണോ നിങ്ങൾക്ക്? ഒരാളെ വീട്ടിലാണ്. ഒരു ഗ്രാമപഞ്ചായത്തിന് മൊത്തം കണക്കല്ല, ഒരാളെ വീട്ടിലാണ്. 21 ഐറ്റംസ് ആണ് ഭക്ഷണം ഉണ്ടാക്കിയത്. ആടിൻ്റെത് 5 എണ്ണം, കോയിൻ്റെത് 5 എണ്ണം, പോത്തിൻ്റെതും ഇനി ഏതാണ് അങ്ങനെയുള്ള ഐറ്റംസ് കൂട്ടി. മീനുമില്ലേ അതിൻ്റെ. 2 തരം വെള്ളം മതി. ഉമ്മമാര് കേൾക്കുന്നില്ല, 2 തരം വെള്ളം. ഇത് പാർട്ടിക്കാർക്ക് പുതിയ കൊടി ഉണ്ടാക്കണമെങ്കിൽ കല്യാണപ്പുരയിൽ വന്നാൽ മതി. ഇപ്പൊ മുസ്ലിമിന്റെ കാരണം പുതിയ കളർ തിരിയണമെങ്കിൽ വെള്ളം നോക്കിയാൽ മതി. നമ്മളെ കാലത്തൊക്കെ നമ്മളെ കല്യാണത്തിനും നമ്മളെ വീട്ടിലൊക്കെ ആകെ 2 വെള്ളം. ഇല്ല അജയ്, എത്ര? ഒന്ന് മധുരം പറ്റുന്നവർക്കും ഒന്ന് പറ്റാത്തവർക്കും. ഇന്ന് നിങ്ങൾ നോക്കി 10-15 എണ്ണാണ്. വരുന്ന ആളല്ല അങ്കലാപ്പിലാകട്ടെ, ഏതെടുക്കണ്ടേ? ഏതെടുത്താലും കുഴപ്പമാണ്. ആ കളർ എടുത്തോ മറ്റേ പാർട്ടിക്കാരനാണ്, ഇതെടുത്ത് ഇതാണല്ലോ. ഏതെടുത്തില്ലേ ഓർക്ക് ഏത് പാർട്ടിയില്ല. എത്ര തരാ സഹോദരങ്ങളെ നിരത്തി വെച്ചിരിക്കുന്നത്. അമിതാണോന്ന് വെച്ചാൽ അമിതാണ്, ദൂർത്താണ്. തുറന്നു പറയട്ടെ, ദൂർത്താണ്. 2 എണ്ണം മതി. മധുരം പറ്റുന്നവർക്കൊന്ന്, പറ്റാത്തവർക്ക് മറ്റോ. അതിലപ്പുറം വേണ്ട, ഒരു ആവശ്യമില്ല. മധുരമുള്ളത് തന്നെ 10 ഐറ്റംസ്. മധുരമില്ലാത്തതിനും ഐറ്റംസ് കൂട്ടാൻ കഴിയാത്തതുകൊണ്ട് അതൊരു സാധുവായിട്ട് ഭാഗത്ത് അങ്ങനെ നിൽക്കുകയാണ്. അത്ര അധികം വേണ്ട, കുറക്കണം. ഭക്ഷണവും അധികം വേണോ? വേണ്ട. ഞാൻ എന്റെ വക പറയല്ലേ, ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ കാണാം. ഇമാം റാസി റളിയല്ലാഹുവിന്റെ തഫ്സീറാണ് ചുരുക്കി വായിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി ഭക്ഷണം ഉണ്ടാക്കി ജനങ്ങളോട് വന്നിട്ട് ജനങ്ങളെ എല്ലാരും ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആളെ പറഞ്ഞയച്ചു. നബിയെ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചെറിയ പരിപാടിയുണ്ട്, ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭക്ഷണം. തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ക്ഷണിച്ചതല്ലേ, എഴുന്നേൽക്കു, നമുക്ക് പോകാം. 2ാമത്തെ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി നബി തങ്ങളിലേക്ക് ആളെ പറഞ്ഞയച്ചു. അപ്പൊ തങ്ങളെ മറുപടി, ഫമൻ ശാഅ ഫൽയുജിബ്, വേണ്ടവർ പോയിക്കോളൂ, ഞാൻ പോരുന്നില്ല. 2ാമത്തെ ദിവസം ഒരേ ഫംഗ്ഷന്റെ ഒരേ ഫംഗ്ഷനാണ്, ഭക്ഷണം 2ാമത്തെ ദിവസം. 3ാമത്തെ ദിവസം ആളെ വിട്ടപ്പോ തങ്ങൾ പറഞ്ഞു, റിയാഉൻ ലാ ഖൈറ ഫീഹി, ആരും പോകേണ്ടതില്ല, ലോകമാന്യമാണ്. എത്ര ദിവസം കല്യാണം, എത്ര നേരാ ഭക്ഷണം? ഇത് ഇന്നത്തെ കഥയല്ല ഞാൻ ഓതുന്നത്, മദീനത്തെ ചരിത്ര സംഭവമാണ് ഈ പറയുന്നത്. ഭാഗത്തിന് മതി. നാട്ടുകാരും ഒന്നും പറയില്ല, ഒരു പ്രശ്നവും പറയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ പറ്റും. ഓവറായാൽ ഓരോന്നിനും എണ്ണി മറുപടി പറയണം. ഹറാമിയത്ത് തീരണ്ടാകരുത്, അത് വളരെ മോശമാണ്. പെണ്ണിനെ കാണാൻ പോകുന്നിടത്തുനിന്ന് തുടങ്ങുന്നു സംഭവം. പറയുകയാണെങ്കിൽ അത് അങ്ങനെ പോകും, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പെണ്ണിനെ കാണാൻ പെർമിറ്റ് ഉള്ളത് ആകെ ഒരാൾക്കാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ആരാ കാണേണ്ടത്? കല്യാണം കഴിക്കാൻ ഉറപ്പിച്ച ആ വരൻ പോയി കാണണം. കാണേണ്ട ഭാഗങ്ങൾ മാത്രം, മുഖവും മുൻകൈയും, അതിന്റെ അപ്പുറം ഇപ്പുറം, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി പരിശോധിച്ച് നടക്കാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ, ചിരിക്കുമ്പോ പല്ലെങ്ങാനും മൊത്തം പോയിട്ടുണ്ട്, അതൊക്കെ അറിയാൻ. അതിനാണ് സ്ത്രീകളെ പറഞ്ഞേക്കൽ സുന്നത്താണ് പറയുന്നത്. അപ്പൊ സ്ത്രീകളെ പറഞ്ഞേക്കുമ്പോ അതിന്റെ പിന്നെ ലോഡ് ആണുങ്ങൾ പിന്നെയും പോവാണ്. എന്തൊരിടങ്ങേറത്. സ്ത്രീകളത് പോയി നോക്കണം. അവർക്ക് ഒരു 10 മിനിറ്റ് സംസാരിച്ചാലും നടന്നാലും നോക്കിയാലും വർത്തമാനം പറഞ്ഞാലും അറിയും. ബുദ്ധിക്കും കുഴപ്പമില്ല, ചിരിക്കണമുണ്ട്, തമാശ പറയുമ്പോ തമാശയെന്ന് മനസ്സിലാകുന്നുണ്ട്, പറയുമ്പോ പ്രതികരിക്കുന്നുണ്ട്, പല്ലൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, പെരുമാറ്റം നല്ലതാണ്, അവർക്ക് മനസ്സിലാവും. അതിനല്ലേ അവരെ പറഞ്ഞേക്കൊരു സുന്നത്താന്ന് പറഞ്ഞത്. പാകത്തിന് അത്ര പോരെ.
ഇതിപ്പോ കല്യാണം കഴിക്കാൻ പോയ ആള് എന്താ ഇപ്പോ നിശ്ചയിക്കാത്തത്? അത് പുതിയാപ്പിള്ളൊരു ജ്യേഷ്ഠൻ വരാണ്ട് സൗദിയിലാണ്. അപ്പൊ എല്ലാവർക്കും കൂടി ഒരു പെണ്ണാ, അയാൾക്കൊന്ന് കാണണമല്ലേ. അപ്പൊ പിന്നെ ഉമ്മാന്റെ ആങ്ങളെ വരാണ്ട് അമ്മാവൻ, അയാൾക്കൊന്ന് കാണണം. അപ്പൊ ഞാൻ ചോദിച്ച ഒരാളോട്, എല്ലാവർക്കും കൂടി ഒരു പെണ്ണാണോ നിങ്ങളെ നാട്ടില്? ഇതിനെ എല്ലാരും കൂടി കാണുന്നത്? കാണൽ സുന്നത്തുള്ളത് ഒരു വ്യക്തിക്കാണ്. പുതിയാപ്പിളയുടെ ഉപ്പക്ക് പോലും കാണാൻ പറ്റൂല, ബ്രോക്കറിന് തീരെ കാണാൻ പറ്റൂല. ആ പണിയനല്ല. അയാൾക്കിങ്ങനെ സുഖാണല്ലോ, ഓരോ ദിവസം മാറി മാറി ഇങ്ങനെ കാണുന്നുണ്ട്. എത്ര ആറാമാ വാരിക്കൂട്ടിന് കണക്കൊന്നുമില്ലേ? അറിയിച്ചു കൊടുക്കാം, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പെണ്ണുണ്ട് വിവരം കിട്ടിയാണ് പോയിക്കോളി, അത് കുഴപ്പമൊന്നുമില്ല. അതിന്റെ മൊഞ്ചായും അതിന്റെ മുക്കും മൊത്തം കണ്ടുകാണ്ട് പോയി വിരിച്ചു കൊടുക്കാൻ അത് പാടില്ല, കാണിച്ചു കൊടുക്കാനും പാടില്ല. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പെണ്ണ് ചെലവാലാന്നോ? ചെലവാവും. അങ്ങനെ ഒന്നുമില്ല, ചെലവായ തന്നെ നമ്മളെ വീട്ടിലെ പങ്കന്മാരൊക്കെ പിന്നെ ഒത്തം കാണിച്ചു കൊടുത്ത് ചെലവാക്കിയൊന്നല്ല. അല്ലാഹു തആലയാണ് അവരെ സൃഷ്ടിച്ചത്, നമ്മളാരുമല്ല. അവർക്കുള്ള ഇണകളെ സൃഷ്ടിച്ചത് റബ്ബന്നെയാണ്. അത് എത്ര കറുത്താണെങ്കിലും എത്ര വെളുത്താണെങ്കിലും എത്ര മുടന്തുള്ളാണെങ്കിലും അതിനൊക്കെ യോജിച്ച് അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ദുനിയാവിൽ. അത് പടച്ച റബ്ബ് ഖുർആനിലൂടെ പഠിപ്പിച്ചാണ്. ഓരോരുത്തർക്കും ഉള്ള ഇണകളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ ആരും അല്ല അതിന്റെ ആളുകൾ. അത് തേടിപ്പിടിച്ച് അവിടെ എത്തും, ടൈമാകുമ്പോ കല്യാണം നടക്കും. അതിന്റെ അസ്ബാബുകൾ ഹലാലായതിൽ മാത്രം ബന്ധപ്പെടണം. മിഠായി കൊടുക്കാൻ വേണ്ടി പോവുകയാണിപ്പോ. മിഠായി കൊടുക്കാൻ പോകുന്ന ചില സ്ഥലത്തൊക്കെ മറ്റു സഹോദരങ്ങള് അവരുടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ പൂജക്ക് പോകുമ്പോ എല്ലാരും കയ്യിൽ പിടിച്ചിങ്ങനെ പോകും. അതേ മോഡലായിക്കണം. ഇപ്പൊ 25 ആള് വരെ 25 ആളെ കയ്യിലും ഓരോരുത്തരുടെ കയ്യിലും 15,000-ന്റെ ഒരു കൊട്ടയാണ്. എന്താ പൊരയിൽ ഇനി ഇവിടുന്ന് കല്യാണം വരെ മിഠായി മാത്രം തിന്ന് വേറൊന്നും തിന്നാല്ലേ, വേറൊന്നും ഭക്ഷിക്കാല്ലേ? അല്ലെ ഭക്ഷിക്കാൻ പാടില്ല എന്നുണ്ട്. 2 ലക്ഷം 3 ലക്ഷത്തിനൊക്കെ മിഠായി വാങ്ങിക്കൊണ്ടിരുന്നേ. അങ്ങനെ അവിടെ വാങ്ങിയത് 2 ലക്ഷം ആണെങ്കിൽ പിന്നെ മത്സരമാണ്, ഇപ്പുറത്ത് 4 ലക്ഷം ആകണം. അതിനാ ഞാൻ എന്റെ സഹോദരിമാരോട് പറയുന്നത്, നിങ്ങളെ നാവ് ഒരിക്കലും ആ ദൂർത്തിന് സഹായകമാകരുത്. എന്റെ വീട്ടിൽ ഇത്രയായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി ഏറെ ആകാന്നല്ല, കുറയാൻ പാടില്ല എന്ന് പറയരുത്. പാകത്തിന് പടച്ച റബ്ബാണ് ഇതൊക്കെ തന്നത്. അല്ലാഹു പരീക്ഷിക്കും. അള്ളാഹുവാണ് സമ്പത്ത് തന്നത്. അതിൽ പടച്ച റബ്ബ് വിഹിതം വെച്ച് തന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യണം. മാർഗം വിട്ടാൽ കടുത്ത പരീക്ഷണം തരും. സഹിക്കാൻ കഴിയൂല ആ പരീക്ഷണം, നികത്താനും കഴിയൂല. പിന്നെ അതിന്റെ തലവേദന മാറൂല. അങ്ങനെ കളിക്കാൻ പാടില്ല, കുടുങ്ങിപ്പോകും. മാത്രല്ല സഹോദരങ്ങളെ, ആ മിഠായും കേക്കൊക്കെ കൊണ്ടുപോകുമ്പോ പ്രൊപ്പോസ്ഡായ വരൻ പോയിട്ടത് മുറിച്ചിട്ട് വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. തൊടല് ഹറാമാണ്. ഖബിൽത്തു കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പാണിത്, തൊടാൻ പറ്റൂല. പിന്നെയോ ഫ്രണ്ട്സിന്റെ വക വേറൊന്ന് കൊടുക്കല്, അത് അതിനേക്കാളും വലിയ ഹറാം. കൂട്ടത്തിലെ ഹറാമ് ചെയ്തു എന്ന് ലോകരം മുഴുവൻ അറിയിക്കാൻ ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യലും ഈ ഹറാമ് നിഷേധിക്കാൻ കഴിയൂല. എത്ര ആളെ ഹറാമ് കണ്ടു, എത്ര ആളെ ഹറാമിന് ലൈക്ക് അടിച്ചു, എത്ര ആളെ ഹറാമിന് കമന്റ് ചെയ്ത്. പടച്ച റബ്ബിന്റെ കിതാബിന്റെ വിവരണം വരുമ്പോ മുട്ടുകുത്തേണ്ടി വരും. ഒരിക്കലും അരുത് സഹോദരങ്ങളെ. കല്യാണവുമായി ബന്ധപ്പെട്ട അമിത ചെലവിലേക്ക് ഒന്നിലേക്കും കടക്കരുത്. നഊദു ബില്ലാഹ്, അപായമാണ്, അപകടമാണ്. അള്ളാഹു തന്ന സമ്പത്തിന് അള്ളാഹു തആല വിഹിതങ്ങൾ വെച്ച് തന്നിട്ടുണ്ട്. അതുപോലെ മാത്രം അത് ചെലവഴിക്കണം. നമുക്ക് തോന്നും പോലെ ചെലവഴിക്കേണ്ട ഒന്നല്ല സമ്പത്ത്. നമ്മുടെ ഇഷ്ടത്തിന്, നാട്ടിലെ പലരുടെയും ഇഷ്ടത്തിന് ചെലവഴിക്കേണ്ടതല്ല. അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ മാത്രമേ അത് ചെലവഴിക്കാവൂ. ഹറാമായ ഒരു സംഗതിക്ക് സമ്പത്ത് ചെലവഴിക്കുന്നതിന് വലിയ കാര്യഗൗരവത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പ്രതികരിച്ചത്. നിങ്ങൾ നോക്ക്, അനാവശ്യമായിട്ട് ഈ കൊണ്ടുവരുന്ന രൂപഭാവങ്ങള്, സ്പർശനങ്ങൾ, ദർശനങ്ങൾ ഒക്കെ ഹറാമാണ്. അതിന്റെ ചെലവുകളോ അതിനു വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ, ഒരു കൂലിയും പ്രതീക്ഷിക്കണ്ട. ആർക്കാ ഭക്ഷണം കൊടുക്കുന്നത്? ഈ വീട്ടിലേക്ക് വന്നവർക്ക്. എന്തായിരുന്നു അവർക്ക് പണി? എല്ലാവരും കേക്ക് മുറിച്ചു കൊടുക്കുന്നു പുതിയ പെണ്ണിന്. പുതിയ പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞിട്ടാണോ പുതിയ ആപ്പിള കേക്ക് കൊടുക്കുന്നത്? ഒരു പ്രശ്നവുമില്ല, അയാള് കൊടുത്തോട്ടെ, അയാളെ പെണ്ണാണ്, ഒരു കുഴപ്പമില്ല സഹോദരങ്ങളെ. ഇത് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പാണ് ഈ സ്പർശനം. പാടില്ല. നഊദു ബില്ലാഹ്.
മാഷാ അല്ലാഹ്. അസ്സലാമു വറഹ്മത്തുള്ളാഹി. അപ്പോ അമിത ചെലവ് അത് നിയന്ത്രിക്കണം. നിയന്ത്രിച്ചാ നടക്കും. ഏറ്റവും ബറക്കത്തുള്ള കല്യാണം ചെലവ് ചുരുങ്ങിയ കല്യാണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അനാവശ്യ ചെലവ് ഒന്നുമില്ല അങ്ങനത്തെ കല്യാണം. ഒരു അനാവശ്യ ചെലവുമില്ല, ഒരു പൊട്ടലുമില്ല, ഒരു ചീറ്റലുമില്ല, ഒന്നുമില്ല. പാകത്തിന്. ഒരു ഹറാമായ മൈലാഞ്ചി ട്യൂബ് പോലും ഇല്ല. ഹറാമായ മൈലാഞ്ചി ട്യൂബ് ആർക്കാ? അത് പുതിയാപ്പിളക്ക് തേക്കുന്ന ഹറാമല്ലേ? ഇത് കബിൽത്തൂന് വന്നിരിക്കുന്ന സദസ്സിൽ മലക്കുകൾ വരാൻ പ്രതീക്ഷയില്ല. കാരണം കബിൽത്തൂന് കൈയെടുക്കാൻ പോകുന്ന ആളെ കൈയിന്റെ ഉള്ളിൽ നിറച്ചും ഓരോ സിഗ്നലുകളുണ്ട്, ഓമനപ്പേരുണ്ട്, സ്ഥാനപ്പേരുണ്ട്, പിന്നെ റോഡിലൊക്കെ കാണുന്ന ചില ആരോ മാർക്കുകളുണ്ട്, പലതും കാണുന്നുണ്ട്. പിന്നെ പറയാൻ പറ്റാത്ത ചില ചിത്രങ്ങൾ വേറെയുണ്ട്, സിഗ്നലുകളൊക്കെ. ഇതുമായിട്ടാണ് മൂപ്പര് ആമീ എന്ന് പറയുന്നത്. ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ഹറാമിന്റെ അപ്പുറം കബീറത്താണ്, വൻകുറ്റം. കയ്യിനും കാലിനും പുരുഷൻ മൈലാഞ്ചി ഇടുന്നത് കബീറത്താണ്, വൻകുറ്റമാണ്. അഥവാ ഒരു വട്ടം അങ്ങനെ ചെയ്താൽ തൗബയില്ലാതെ പാപം അല്ലാഹു പൊറുക്കൂല. അവന് മൈലാഞ്ചി ഇടണം, നരച്ച താടിക്കും തലക്കും, അത് സുന്നത്താണ്, നിർബന്ധമൊന്നുമില്ല, സുന്നത്താണ് മൈലാഞ്ചി ഇടാം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്, പലരും ഇട്ടിട്ടുണ്ട്. ഇത് സുന്നത്താണ്. വേണമെങ്കിൽ ആ മാർഗം സ്വീകരിക്കും, ആ സുന്നത്ത്. അതേ സമയത്ത് ഈ കയ്യിനും കാലിനും മൈലാഞ്ചി തേച്ചിട്ട് ഒരു സഹാബിനെ കൊണ്ടുവന്നിരുന്നു. നബി തങ്ങളും സഹാബത്തും ഇരിക്കണ സദസ്സക്കാ കൊണ്ടുവന്ന്. കയ്യിനും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്, കാലിനും ഇട്ടിട്ടുണ്ട്. ആ സ്വഹാബിയെ പറ്റി പറയുന്ന തന്നെ ഉത്തിയബി മുഹന്നസിൻ, ഒരു പെൺകൂസനെ കൊണ്ടുവരപ്പെട്ടു എന്നാണ്. പെണ്ണിന്റെ പണി ആണ് ചെയ്താൽ വിളിക്കേണ്ട പേരാണത് മുഹന്നസ്. മാറിന്ന് വിളിച്ചാൽ മതി പെൺകൂസൻ. കൊണ്ടുവന്ന് ഈ രംഗം കണ്ടപ്പോഴേക്കുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ എണീറ്റിട്ട് ഹല്ലാ അദ്രിബു ഉനുഖഹു, പെരടി വെട്ടട്ടെ നബിയെ എന്ന് ചോദിച്ചു. പറയണ അതിന്റെ ഗൗരവം. ഇയാളെ പെരടി വെട്ടട്ടെ. വിചാരിച്ചിട്ടില്ല, ഇയാള് കട്ടെടുത്തിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല. ഈ ചെയ്ത പണിക്ക് സ്വഹാബത്തിന്റെ ഒരു പ്രതിരോധം നോക്ക് നിങ്ങൾ, ഇത്ര ഗൗരവാണ്. പിന്നെ നമ്മളെങ്ങനെ നിസ്സാരമായി കാണുക? നമ്മളെങ്ങനെ ഒരു ചൊർക്കുള്ള കാര്യമായിട്ട് നമ്മളെങ്ങനെ മനസ്സിലാക്കുക? ഇത്രയും വലിയ പ്രതിഷേധത്തോടെ സ്വഹാബത്ത് കണ്ടൊരു കാര്യം നമ്മളെങ്ങനെ ലാഘവത്തോടെ കാണും? സ്ത്രീകളുടെ കൂട്ടത്തിൽ മൈലാഞ്ചിടൽ സുന്നത്തുള്ളത് വിവാഹിതർക്കാണ്. നിക്കാഹ് കഴിഞ്ഞ പെണ്ണാണോ മൈലാഞ്ചിടൽ സുന്നത്താണ് കയ്യിനും കാലിനും. പറഞ്ഞു, അവിവാഹിതയായ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് മൈലാഞ്ചി കറാഹത്താണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. 10,000 വെറുതെ പോകും, കൂലിട്ടൂല. 10,000-ത്തിലാണ് മൈലാഞ്ചി ട്യൂബ് വാങ്ങിയത്. അത് 99.25 അരക്കാലിടുന്ന ആരാ? അവിവാഹിതര്. ഒരു ചാൻസും ഇല്ല പടച്ച റബ്ബിനെ എന്ന് കൂലിയിട്ടാൻ. അങ്ങനെ കറാഹത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല, അത് നിരുത്സാഹപ്പെടുത്തണം, നിസ്സഹകരിക്കണം, അതിനോട് നിസ്സഹകരണം പാലിക്കണം. പൊക്കിക്കൊണ്ടുവരേണ്ട സംഗതിയല്ല, വിരോധിക്കപ്പെടേണ്ട സംഗതിയാണ്. കയ്യിനും കാലിനും മൈലാഞ്ചിട്ട സ്വഹാബിയെ കൊല്ലട്ടെ എന്ന് വെച്ചപ്പോ തങ്ങൾ പറഞ്ഞു, അലൈസ യുസല്ലി, നിസ്കരിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. നിസ്കരിക്കുന്ന ആളാകുമ്പോ ഒരു മഹത്തുണ്ടല്ലോ, ആ നബിയെ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞു, നിസ്കരിക്കുന്നോണ്ട് തൽക്കാലം കൊല്ലണ്ട. നോക്ക് നിങ്ങൾ. അപ്പൊ നിസ്കാരമില്ലെങ്കിൽ അവിടെ സംഗതി നടന്നിട്ടുണ്ടാവും. നിസ്കരിക്കുന്നവരെ കൊല്ലുന്നതിൽ നിന്ന് എന്നെ വിലക്കപ്പെട്ടിട്ടുണ്ട്, തൽക്കാലം ഒരു ശിക്ഷ കൊടുക്കാം. പോയി നോക്കൂ, അന്നും ഇന്നും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണ് റബദത്ത്. മദീനയിൽ നിന്ന് വണ്ടി ഓടിച്ചു പോയാൽ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. ഇന്നും അവിടെ ജനവാസമില്ല. ആ റബദത്തിലേക്ക് നാട് കടത്തി. ബഹിഷ്കരണം, അതൊരു ശിക്ഷയായിട്ടാ കൊടുത്തത്. കയ്യിനും കാലിനും മൈലാഞ്ചിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് എവിടുക്കാ കടത്തുക? ഇതേ മൈസൂർ കാട്ടിക്കൊണ്ടേണ്ടി. നിങ്ങൾ നോക്ക്, ചെറിയൊരു സംഗതി അല്ലല്ലോ പറഞ്ഞത്. അത് അമിത ചെലവാണ്, പാടില്ല. ഹറാമിയത്തിനൊരു ചെലവും പാടില്ല. മുട്ടും കൊട്ടും കൊരുവക്കും ഹറാമായ രീതിയിൽ ഒരു ചെലവും വേണ്ട, ഹലാലായ രീതിയിൽ ചെലവ് വേണം. അത് തങ്ങളെ കാലത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തുണ്ട്. തങ്ങളെ കാലത്ത് ഹലാലായ മുട്ടുണ്ട്. ആ ഹലാലായ മുട്ടുണ്ടായിക്കോളി, അതിനുള്ള ചെലവ് നടത്തിക്കോളി, കൂലി കിട്ടും. ദഫ് മുട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണത്തിന് ചിലപ്പോഴൊക്കെ വന്നാൽ ചോദിക്കാറുണ്ട്, ദഫ് മുട്ടില്ലേ? അത് സുന്നത്താണ്.
കല്യാണത്തിന് ദഫ് മുട്ടില്ലേ എന്ന് ചോദിക്കും. ദഫ് മുട്ടാൻ ആരുമില്ലേ എന്ന് ചോദിക്കും. നല്ല നല്ല പാട്ട് പാടലും സുന്നത്താണ്. നമ്മുടെ ആധുനിക യുഗത്തിൽ ആ ഒരു സർക്കസ് മോഡലില്, നൃത്തം മോഡലില് പണ്ട് കാലത്തുണ്ടായിരുന്നു മക്കത്ത് അങ്ങനത്തെ കല്യാണം. അങ്ങനത്തെ ഒറ്റ കല്യാണത്തിലും പങ്കെടുക്കാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല തൗഫീക്ക് നൽകിയിട്ടില്ല. കുട്ടിക്കാലത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ, കുട്ടിക്കാലത്ത് ചെറുപ്രായത്തിൽ മൂത്താപ്പയെ അബൂ താലിബിനെ സഹായിക്കാൻ വേണ്ടി ആടിനെ മേയ്ക്കുമ്പോ എന്റെ മനസ്സിൽ 2 ഘട്ടത്തിൽ ഉദിച്ചു വന്ന ആഗ്രഹങ്ങളാണ്. പിന്നെ എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടില്ല മക്കയിലെ കല്യാണത്തിനൊന്ന് പങ്കെടുക്കാൻ. രാത്രി കല്യാണം എന്നൊക്കെ, രാത്രി കല്യാണം. പഴയ കാലത്തൊക്കെ ആകെ രാത്രി മാത്രമേ കല്യാണം ഉണ്ടാകുള്ളൂ, പകലൊന്നും ഉണ്ടാകില്ല. സൗകര്യത്തിനനുസരിച്ചാണ്. ചിലപ്പോ രാത്രി കുടുംബക്കാർ ഒരു ഭക്ഷണം കൊടുക്കും, പകല് സൗകര്യമുള്ള ആൾക്കാർ മെയിൻ കല്യാണം പകലായിരിക്കും. അതിന് തകരാറൊന്നുമില്ല കേട്ടോ. ഇനി ആ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞു പറയണ്ട. കുടുംബക്കാർക്ക് ചിലപ്പോൾ രാത്രിയായിരിക്കും വരാൻ പറ്റിയത്, ഭക്ഷണം കൊടുത്തു വിട്ടോളി, കുഴപ്പമൊന്നുമില്ല. കൊട്ടും കുരവിയും ആട്ടും പാട്ടുമായിട്ട് അയൽവാസികളെ ഉറക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഇടങ്ങേറാക്കിയിട്ട് അവിടുന്ന് കുറെ കൂക്കലും കുറെ അർദ്ധനക്കനായ പെൺകുട്ടികൾ വന്നിട്ട് തുള്ളലും അതിനനുസരിച്ച് ചെറുപ്പക്കാര് മേടലും പിന്നെ കുറെ ആൾക്കാർ കുടിക്കലും, അതൊന്നും വേണ്ട. അതാണ് ഇപ്പത്തെ കല്യാണം. ഇതേ കല്യാണം ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. അപ്പൊ ആടിനെ മേയ്ക്കുന്ന തങ്ങള് കൂടെയുള്ള ആടിനെ മേയ്ക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്റെ ആടുകളെ നിങ്ങൾ നോക്കണം, രാത്രി മക്കയിൽ കല്യാണം നടക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ. മക്കത്താണ്, ചെറുപ്രായത്തിലാണ്. അബൂ ത്വാലിബിനെ സഹായിക്കാൻ വേണ്ടി ആടിനെ മേയിച്ചിട്ട് രാത്രിയും പകലൊക്കെ നോക്കേണ്ടി വരും. ഇടക്കിടക്ക് വീട്ടിലേക്ക് വരും. ഈ ആടുകളെ കൊണ്ടുവരാൻ വേണ്ടി ആട്ടിടയാൻ പറയുമ്പോൾ മൊത്തം ആടുകളെ കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കും. ചിലപ്പോൾ അത് വിൽക്കാനായിരിക്കും, അല്ലെങ്കിൽ അറുക്കാനായിരിക്കും, പലതും ഉണ്ടാവും. അങ്ങനെയുള്ള രാത്രിയും പകലൊക്കെ നോക്കുന്ന സമയത്ത് രാത്രി കല്യാണത്തിന് ഞങ്ങൾ പുറപ്പെട്ടു. പിറ്റേന്ന് വന്നപ്പോ ചോദിച്ചു, എങ്ങനെയുണ്ട് കല്യാണം? പക്ഷെ ആ കല്യാണത്തിന് പോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകിയില്ല. കല്യാണത്തിന്റെ സൗണ്ട് കേൾക്കുന്നിടത്ത് എവിടെയാണ് അവിടെ വെച്ച് മുത്തുനബി തങ്ങൾ അല്ലാഹു ഉറക്കം കൊടുത്ത് കെടുത്തി. മദീന മക്കയിലെ മരുഭൂമിയിൽ തങ്ങൾ ഉറങ്ങിക്കിടന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ തങ്ങൾ നേരം പുലർന്നിട്ടാണ് ഉണരുന്നത്. നേരം വെളിവായിട്ടാണ് ഉണരുന്നത്. ചോദിച്ചു കൂട്ടുകാരൻ, കല്യാണത്തിന് പോയോ? പോകാൻ കഴിഞ്ഞില്ല. എന്തേ അല്ലാഹു തആല തൗഫീഖ് കൊടുക്കാതിരുന്നത്? അർദ്ധനഗ്നകളായ പെൺകുട്ടികൾ പാടുന്നു. മുറ്റത്തിരുന്നു കൊണ്ട് ചെറുപ്പക്കാരും മറ്റുമൊക്കെ കുടിച്ചിട്ട് കൂത്താടി നൃത്തം വെക്കുന്നു. ഇതാണ് സഹോദരങ്ങളെ അന്നത്തെ രാത്രിയിലെ കല്യാണം. അതേ അവസ്ഥയാണ് ഇപ്പൊ മടങ്ങി വന്നിരിക്കുന്നത്. നഊദു ബില്ലാഹ്. കുടിക്കുന്നതിനും കുടിക്കാൻ കൊടുക്കുന്നതിനും പണം കൊടുക്കുന്നതിനും ഒരു കുഴപ്പമില്ല. അതൊക്കെ മുസ്ലിമിന്റെ കല്യാണങ്ങളിൽ സംജാതമായി പോയി. 2-3 സ്ഥലങ്ങളിൽ പുതിയ റിപ്പോർട്ട് വന്നില്ലേ? വെള്ളക്കുപ്പി വെക്കുന്നിടത്ത് മദ്യക്കുപ്പി വെച്ച് മുസ്ലിം വീട്ടിൽ സൽക്കരിച്ചു പോയി. കല്യാണത്തിന്റെ സൽക്കാരം എന്താണ്? ഈ ചെലവഴിക്കുന്ന ചെലവ് ആര് പൊരുത്തപ്പെടുന്നതാണിത്? ഇതിനൊക്കെ ഹിസാബ് പറയണ്ടേ? ഒരൊറ്റ ഹറാമിന്റെ രംഗമുണ്ടാകരുത്. ദഫ് മുട്ട് സന്തോഷമാണ്, സുന്നത്താണ്. അതാരുടെയും ഉറക്കം കെടുത്തുന്ന മുട്ടല്ല. റുബയ്യ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ കല്യാണത്തിന്റെ ദിവസം എന്റെ വീട്ടിലേക്ക് തങ്ങൾ വരുന്നു. എന്റെ വീട്ടിലേക്ക് തങ്ങൾ വരുമ്പോ ചെറിയ കുട്ടികൾ ദഫ് മുട്ടുന്നുണ്ട്. യദ്രിബിന ബിദ്ദുഫി യൻദുബിന മൻ ഖുതില മിൻ ആബാഇഹിന്ന യൗമ ബദർ. ബദർ യുദ്ധ ദിവസത്തിൽ ഷഹീദായി പോയ ഉപ്പാപ്പമാരെ പറ്റി കുട്ടികൾ പാട്ടുപാടുന്നു. ചെറിയ മക്കൾ ദഫ്മുട്ടിയിട്ട് പാട്ടുപാടുമ്പോ എന്റെ കല്യാണ വീട്ടിൽ കട്ടിലിന്റെ മുകളിൽ വന്ന് തങ്ങൾ ഇരുന്നു. തങ്ങൾ അതുവഴി വന്നപ്പോ ഒരു കുട്ടി, കൂട്ടത്തിൽ നിന്നൊരു കുട്ടി പാടി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ. നാളെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി അറിയുന്ന ഒരു നബി ഞങ്ങളെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ് നബി തങ്ങളെ പുകഴ്ത്തി പാടിയപ്പോ തങ്ങൾ പറഞ്ഞു, ഇത് നിങ്ങൾ പലപ്പോഴും പാടുന്നതാണ് എന്റെ മദ്ഹ്. നേരത്തെ നിങ്ങൾ പാടിയ ബദരി നിങ്ങളെ മദ്ഹ് തന്നെ പാടൂ. കട്ടിലിന്റെ മേലെ ഇരുന്നിട്ട് തങ്ങൾ അത് കേട്ടു, ശ്രവിച്ചു. അതിന് സമ്മതവും അംഗീകാരവും നൽകി. സഹോദരങ്ങളെ, നമുക്ക് ആഘോഷങ്ങളിൽ പരിധിയും പരിമിതിയുമുണ്ട്. എല്ലാ വിഷയങ്ങളിലും അല്ലാഹു നമുക്ക് പരിധിയും പരിമിതിയും വെച്ച് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്കൊരു പരിധിയുണ്ട്, എല്ലാറ്റിലും ഉണ്ട്.
എല്ലാ വിഷയങ്ങളിലും ഉണ്ട്. ആ പരിധി ലംഘിക്കാൻ പാടില്ല. അത് സമ്പത്ത് ചെലവഴിക്കുന്നിടത്തുമുണ്ട്. ലം യുസ്രിഫൂ, സമ്പത്ത് അവർ ചെലവഴിക്കുമ്പോ ദുർവ്യയം ചെയ്യുകയില്ല. അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു മേഖലയിലും സമ്പത്ത് ചെലവഴിക്കൂല. മഹാന്മാര് സമ്പത്ത് ചെലവഴിച്ചത് അങ്ങനെയല്ലേ? 9 പേരെ നിക്കാഹ് ചെയ്തപ്പോഴും കല്യാണം കഴിച്ചപ്പോഴും, നേരത്തെ മക്കയിൽ വെച്ച് ഖദീജ റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്തപ്പോഴും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലീമത്ത് കൊടുത്തിട്ടുണ്ട്, കല്യാണ സദ്യ കൊടുത്തിട്ടുണ്ട്. ആ കല്യാണത്തിന് കുറഞ്ഞ ആളുകളെ തങ്ങൾ ക്ഷണിച്ച് വരുത്തിയിട്ടുണ്ട്. ചിലതിന് തങ്ങൾ കൊടുത്ത് റൊട്ടിയും സൈത്തണ്ണയുമാണ്, ചിലതിനോ ആട്ടിന്റെ ഇറച്ചിയും നല്ല റൊട്ടിയും കൊടുത്തിട്ടുണ്ട്. മക്കയിൽ വെച്ച് ഒട്ടകങ്ങൾ അറുത്തിട്ട് സൽക്കരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ചില വീടുകളിൽ ഈ കല്യാണങ്ങളൊക്കെ ജോറായിരിക്കും, പക്ഷേ ഒരു മൗലിദ് ഓതിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാട് ആ കല്യാണിക്കാ വീട്ടിൽ ഇതുവരെ സംഗതി ഉണ്ടായിട്ട് തന്നെ ഉണ്ടാകൂല. മക്കയിലെ ഏറ്റവും അധികം അബ്ദുൽ മുത്തലിബ് ഭക്ഷണം കൊടുത്തത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്ന നാളില് 3 ദിവസം 24 മണിക്കൂർ ഇടതടവില്ലാതെ ഭക്ഷണം കൊടുത്തു. ഇബ്നു ഹിശാമ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയത് കാണാം. ആ 3 ദിവസത്തിൽ ഭക്ഷണം കൊടുത്തത് മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്ക് മാത്രമല്ല, ഇഴജന്തുക്കൾക്ക് പോലും ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും റഹ്മത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സന്തോഷം കൊണ്ട് എല്ലാവർക്കുമാണ് ഭക്ഷണം കൊടുത്തത്. 1, 2, 3 ആളുകൾക്കല്ല, 3 ദിവസം തുടർച്ചയായിട്ട്. എത്ര ഭക്ഷണം, എത്ര വലുപ്പത്തിലാണ് ആ ഭക്ഷണം കൊടുത്ത്? കുറച്ചൊന്നുമല്ല. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മീലാദില് സന്തോഷം പ്രകടിപ്പിച്ചു. അതൊരു സുന്നത്താണ്. സുന്നത്തായ സദ്യകളുടെ കൂട്ടത്തിൽ സുന്നത്തായ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിൽ ഭക്ഷണം കൊടുക്കുന്നത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിശദമായി രേഖപ്പെടുത്തി. സന്തോഷത്തിന് വിവിധ മാർഗങ്ങളുണ്ട്. കൂട്ടത്തിലൊന്നാണ് ഭക്ഷണം കൊടുക്കുക. പാട്ടുപാടലും അങ്ങനെ തന്നെ സന്തോഷത്തിന്റെ മാർഗമാണ്. തങ്ങളെ മദ്ഹ് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കലും സന്തോഷത്തിന്റെ മാർഗമാണ്. പാട്ട് പാടിയിട്ട് അങ്ങനെ നടക്കലും സന്തോഷത്തിന്റെ മാർഗമാണ്. ഒരുമിച്ച് കൂടിയിട്ട് തങ്ങളെ മദ്ഹ് പറയുന്നതും കേൾക്കുന്നതും സന്തോഷത്തിന്റെ മാർഗമാണ്. അന്ന് ജനസേവന പ്രവർത്തനങ്ങളായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ സന്തോഷത്തിന്റെ ഭാഗമാണ്. ഇബാദത്തായിട്ട് പരിഗണിക്കപ്പെടാവുന്നതാണ്. അതൊക്കെ വിവിധ തരങ്ങളും, 1, 2 മാത്രമല്ല. ഇരിക്കട്ടെ, കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹറാമിയത്തുണ്ടാകരുത്. ഒരു സ്വർണമോതിരം പുതിയാപ്പിളക്ക് ഇട്ടുകൊടുക്കാൻ ഒരു ഉമ്മയും ഒരു അമ്മായിമ്മയും ഒരു സഹോദരിയും പൂതി വെക്കരുത്. കയ്യിൽ ധരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കരുത്. അത് കഷ്ടാണ്. ഒരു പൊതിയിലാക്കി കയ്യിൽ കൊടുത്തോളൂ. വിലയുള്ള സാധനമല്ല, വാങ്ങിക്കോട്ടെ. തിരസ്കരിക്കണ്ടല്ലോ. കൈ ഇങ്ങനെ നീട്ടി വാങ്ങിയാൽ മതി. കൈവരല് നീട്ടിക്കൊടുത്തിട്ട് അത് അണിയാനും ഫോട്ടോ എടുക്കാനും അതിന് നിർബന്ധിക്കരുത്. അപ്പൊ ഈ ഹറാമ് ലാഘവത്തോടെ കണ്ടുനായി. ഒരു തനിച്ച ഹറാമ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർണ്ണമോതിരം ധരിച്ചു വന്ന സ്വഹാബിയോട് തീക്കട്ടയാണോ കയ്യിൽ ധരിച്ചു വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അത് അഴിച്ചുകൊണ്ട് ഒറ്റ ഏറെറിഞ്ഞു, വലിച്ചെറിഞ്ഞു. തങ്ങളുടെ രോഷം കൊണ്ട് ഒരു സംഗതി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. സ്വഹാബത്ത് പറഞ്ഞു അത് ധരിക്കണ്ടെന്നാ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എടുത്തുപയോഗിച്ചോളൂ, എനിക്ക് വേണ്ട. നരകത്തിന്റെ തീക്കണലാണോ കയ്യിൽ ധരിച്ചു വന്നിരിക്കുന്നത് തങ്ങൾ എന്നോട് ചോദിച്ചൊരു സംഗതിയല്ലേ, എത്ര വിലപിടിപ്പുള്ളാണെങ്കിലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ ഉപേക്ഷിച്ചതിന് നമ്മൾ കൈ നീട്ടിക്കൊടുക്കുക. എന്നിട്ട് അത് ധരിപ്പിക്കേ. കൈ നീട്ടിക്കൊടുക്കുന്നു, ധരിപ്പിക്കുന്നു, രണ്ടും നിങ്ങൾ നോക്ക്. ഫോട്ടോ എടുത്ത് വിതരണം ചെയ്യുമ്പോ എത്ര ലാഘവത്തോടെയാണ് ഈ ഒരു വിഷയത്തെ കണ്ടത്. ഈ ഒരു ഹറാമിന് എത്ര പുച്ഛ മനോഭാവത്തോടെയാ കണ്ടത്. ഹലാലിന്റെ ഒരു പരിവേഷം അതിന് വന്നാൽ ഇസ്ലാം എന്ന ആള് പുറത്തുപോയി. ആള് ഇസ്ലാം എന്ന ഔട്ടായി. പിന്നെ പുതിയ കലിമയും ചൊല്ലി തിരിച്ചു വരണം. അതിനൊന്നും കുഴപ്പമില്ല. അതൊന്നും ഇല്ലാതപ്പത്തെ കാലത്ത് നടക്കൂല. അതൊക്കെ ഹലാൽ തന്നെയാണ്. മൂല്യമാര് പറഞ്ഞൊന്നും കൂട്ടണ്ടെന്നാ പറയുന്നതെങ്കിൽ നമുക്കതിൽ തകരാറൊന്നുമില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണ്. അള്ളാഹ് ഹറാമാക്കിയ ഒന്ന് ഹലാലാക്കിയാൽ ആള് പടിക്ക് പുറത്താ. പാടില്ല. ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള ഭക്ഷണവും സൽക്കാരവും
നിക്കാഹും വർദ്ധിച്ചു വരുന്നു. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, പാടില്ലാത്തതാണ്. നിങ്ങൾ നോക്ക്, സഹോദരിമാർക്ക് എന്തേ ഇവിടെ ഒരു മറ കെട്ടിയത്? നമുക്ക് പരിചയമുള്ള പെണ്ണുങ്ങളല്ലേ ഇവിടെ ഉള്ളത്. ഞാൻ നിങ്ങളെ പെണ്ണുങ്ങളൊന്നും ആക്കാൻ പോകുന്നില്ല. എന്താണ് ഇടയിരുത്തിയാ പോരെ? ഇതേ ബുദ്ധിമുട്ടില്ല. ഇസ്ലാമിന്റെ നിയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാല് പറഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. സഹോദരിമാര് വലിയ വലിയ മഹതിമാരാണെന്ന് വാല് കേൾക്കാൻ വന്നത്. അവരൊക്കെ ഒരു ഭാഗത്തിരുന്ന് അവരെ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു സ്വതക്ക ചോദിച്ചപ്പോ, സംഭാവന ചോദിച്ചപ്പോ ഒരു മുണ്ടുമായിട്ട് ഇങ്ങനെ പോയി. ആ മുണ്ടിലേക്ക് സഹോദരിമാർ തുണി ഇങ്ങനെ പിടിച്ചു പോയപ്പോ അവരുടെ കഴുത്തിലെ കാതിലെ ചുറ്റും കഴുത്തിലെ ആഭരണങ്ങളും മോതിരവും ഒക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തു എന്നൊക്കെ കാണാൻ ഹദീസില്. സഹോദരിമാർ വേറൊരു ഭാഗത്തായിരുന്നു ഇരുന്നത്. അത് അവരുടെ വെറുപ്പിനല്ല, അവരുടെ ഒരു പരിശുദ്ധിക്ക് വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത്. പരിശുദ്ധിക്ക് ചില നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. വളഞ്ഞ കണ്ണോടത് കാണരുത്. അതിന്റെ പിന്നിൽ ഒരു പരിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധി അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിയൂ. അതുകൊണ്ട് ആണും പെണ്ണും കലർന്നിരുന്ന്, സുബ്ഹാനല്ലാഹ്, വലിയ വലിയ കടിയൊക്കെ ഉണ്ടല്ലെന്ന്. അപ്പൊ സംഗതി നല്ല ഉഷാറായിട്ട് തന്നെ അല്ലാഹു കബൂലാക്കട്ടെ. മാഷാ അല്ലാഹ്. തൈക്കണ്ടേ ഔലക്ക് അല്ലേ അവരെ? ആരാ വഫാത്തായി പോയത്? ഉമ്മ ഉപ്പ. ഭാര്യക്ക് സുഖല്ല, അല്ലാഹു എളുപ്പത്തിൽ ശിഫ കൊടുക്കട്ടെ. ആ ഉമ്മ ഉപ്പാന്റെ ഹദ്റത്തിലേക്ക് അവരെ സ്വതക്കന്റെ സവാബ് നീ എത്തിക്കണേ റഹ്മാനെ. ഈ മുഅ്മിനീങ്ങൾ വഅദ് കേട്ട് ഖുർആന്റെ തഫ്സീർ പറയുന്ന ഈ സദസ്സിൽ വെച്ച് എല്ലാ റാഹത്തും അവർ രണ്ടുപേരുടെയും ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിനും കുടുംബത്തിനും ദീനിന്റെ ഖിദ്മത്തിലായ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, അപ്പൊ ചെലവഴിക്കുന്ന സമയത്ത് ഇസ്രാഫായിട്ടുള്ള മേഖല ഒന്നും വരരുത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? തഫ്സീർ മഹാനവറുകൾ പറയട്ടെ, എന്താ ഇസ്രാഫ് ആക്കൂല എന്ന് പറഞ്ഞാൽ? അൽ ഇൻഫാഖു ഫീ മഅസിയത്തില്ലാഹി തആല. അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത സംഗതിയിൽ, അല്ലാഹുവിന് എതിരാകുന്ന സംഗതിയിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനാണ് ഇസ്രാഫ് എന്ന് പറയുന്നത്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ. അല്ലാഹു തആലക്ക് എതിരാകോ നമ്മൾ ഈ സമ്പത്ത് കൊടുക്കുന്ന വിഷയം? അല്ലാഹ് പറഞ്ഞതിനെതിരാകോ, വിരുദ്ധമാകോ? എന്നാ അത് ഇസ്രാഫാണ്. ഇഖ്താർ വലം യഖ്തുറൂ എന്ന ശേഷം പറഞ്ഞത് മൻഉ ഹഖില്ലാഹി തആല. അല്ലാഹു തആല കൊടുക്കാൻ അവകാശപ്പെടുത്തിയത് തടയുക. സകാത്ത് തടഞ്ഞു വെക്കുക പാടില്ല. കൊടുക്കേണ്ട ബാധ്യതകളുണ്ട്, ബാധ്യതപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് അർഹമായത് കൊടുക്കാതിരിക്കുക അത് ഇഖ്താറാണ്. ചെലവഴിക്കുമ്പോ പറ്റ പിശുക്ക് കാണിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. നിസ്കരിക്കുന്ന ആളുകളല്ലേ, സക്കാത്തും കൊടുക്കേണ്ടി വരും പലർക്കും. ബാധ്യതകൾ ഇപ്പൊ സക്കാത്തിൻ്റെത് കണക്ക് കൂടിക്കൂടി വരികയാണ്. കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന മറ്റു സംഭാവനകളൊന്നും സക്കാത്തിന്റെ സ്ഥാനത്ത് നിൽക്കൂല. അത് സ്വതക്കകളായിട്ട് വേറെ തന്നെ അല്ലാഹു തആലാന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു തആല അതിനെ മലക്കുകളെ കൊണ്ട് എഴുതി വെക്കും. അതേ സമയത്ത് സമ്പത്തിന്റെ നിർബന്ധ ദാനമായ സക്കാത്ത് അത് ആ രൂപത്തിൽ തന്നെ വീട്ടിക്കൊള്ളേണ്ടതാണ്. സക്കാത്ത് കൊടുക്കാതെയുള്ള സമ്പത്തിലോ ബറക്കത്ത് കുറയും, നാശം വരും, ഒരുപാട് പ്രശ്നങ്ങളും പരാതികളും വരും. മാ ഖാലത്തി സക്കാത്തു മാലൻ ഇല്ലാ അഹ്ലകതുഹു. സക്കാത്ത് ഏത് സമ്പത്തിനോട് കൂടിക്കലർന്നുണ്ടോ ആ സമ്പത്തിനെ അത് തകർത്ത് കളയും. സക്കാത്തിന്റെ ഒരു വിഹിതാണ് പറഞ്ഞത്. അത് കൊടുക്കാതിരുന്ന ബാക്കിയുള്ളതും കൂടി നഷ്ടത്തിലാകുന്ന അർത്ഥം. കൊടുത്താലോ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരും. എത്ര കണക്ക്? പടച്ച റബ്ബ് നിശ്ചയിച്ച കണക്കാണ്. അല്ലാഹുവിന്റെ പൊരുത്തം വിചാരിച്ച് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് ചുരുങ്ങിയ സംഖ്യ, വർദ്ധനവ് അല്ലാഹു തആല അങ്ങനെ കൂട്ടി തരും. അല്ലാഹു കണക്കാക്കി അത്രയും വർദ്ധനവ് തരും. അങ്ങനെ സക്കാത്തിന്റെ ആ വിഹിതം അല്ലാഹു തആല കൊടുക്കാൻ കണക്കാക്കിയ വിഹിതം കൊടുത്തിട്ട് സാമ്പത്തികമായിട്ട് ഒരു ക്ഷീണവും അനുഭവിക്കാത്ത രീതിയിൽ സമ്പത്തിന് പുരോഗതി കിട്ടിയ ആളുകളില്ല, ഇഷ്ടം പോലെയുണ്ട്. എത്രയുണ്ട് ചരിത്രങ്ങളിൽ, ഖുർആനിലും ഹദീസിലും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒരാൾ പറഞ്ഞില്ലേ, നബിയെ, ഞാനിങ്ങനെ വരുന്ന സമയത്ത് മരുഭൂമിയിലൂടെ വരുമ്പോ മേഘത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന സൗണ്ട് ഞാൻ കേട്ടു, ഇസ്തിഹദീഖത ഫുലാൻ. മേഘം, കാർമേഘം ചുരുണ്ടുകൂടിയിരിക്കുന്നു. അതിന്റെ ഉള്ളിൽ നിന്നൊരു അനൗൺസ്മെന്റ് ആണ് ഇസ്തിഹദീഖത ഫുലാൻ.
ഒരാളെ പേര് എടുത്തു പറഞ്ഞിട്ട് പറയുന്നു അയാളെ തോട്ടത്തിന് വെള്ളം കൊടുക്കണം, തോട്ടത്തിന് വെള്ളം നനക്കണം എന്നിങ്ങനെ കേൾക്കുന്നു. ആ തോട്ടത്തിന്റെ ഉടമയുടെ പേരായിരിക്കും പറഞ്ഞത്. അയാളെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ നടന്നു നീങ്ങി. ഞാൻ അങ്ങനെ പോയി നോക്കുമ്പോ തോട്ടത്തിലുണ്ട് ഒരാൾ പണിയെടുക്കുന്നു. മഴ പെയ്തിട്ട് വെള്ളം ചാല് ചാലായിട്ട് കീറിക്കൊടുക്കുന്നു, പല ഭാഗത്തേക്കും വെള്ളം എത്തിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളെ പേരെന്താണ്? പേര് പറഞ്ഞപ്പോ ഇതേ പേരാണ് നേരത്തെ മേഘത്തിൽ നിന്ന് കേട്ടത്. നിങ്ങളെ പേരാണല്ലോ മേഘത്തിൽ നിന്ന് കേട്ടത്, നിങ്ങളെ തോട്ടത്തിന് വെള്ളം തരാനാണല്ലോ അഭ്യർത്ഥിച്ചത്. എന്താ നിങ്ങൾ ചെയ്യുന്ന സേവനം? അദ്ദേഹം പറഞ്ഞു, ഈ സ്വത്ത്, ഈ കാണുന്ന തോട്ടം എന്റെ തോട്ടമാണ്. ഇതിന്റെ വിളവെടുപ്പ് നടക്കുമ്പോ അത് മൂന്നായിട്ട് ഞാൻ വിഹിതം വെക്കും. ഒന്ന് എന്റെ കുടുംബത്തിനുള്ള സ്വത്താണ്, എനിക്കും അവർക്കും ജീവിക്കാനുള്ളത്. മറ്റൊന്ന് അല്ലാഹു തആല നിർബന്ധമാക്കിയ ദാനമാണ്, അതിന്റെ അവകാശികൾക്ക് കൊടുക്കാനുള്ളതാണ്. മൂന്നാമത്തൊരു ഭാഗം അടുത്ത കൊല്ലം ഈ തോട്ടത്തിന് വീണ്ടും ഈ തോട്ടത്തിന് വെള്ളവും വളവും നൽകണ്ടേ, അതിന്റെ ചെലവിലേക്കുള്ള ഒരു ഭാഗവും ഞാൻ ചെലവഴിക്കും. ഇത്രയും കാലം ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് എനിക്ക് അല്ലാഹു സാമ്പത്തികമായ ഒരു പരാധീനതയും തന്നിട്ടില്ല. അല്ലാഹു തആല കണക്കാക്കിയ ഹക്ക് കൊടുക്കാൻ വേണ്ടി സുഗമമായ മാർഗം സ്വീകരിച്ചപ്പോ മേഘത്തിൽ നിന്ന് വരെ വെള്ളം കൊടുക്കണമെന്ന് അനൗൺസ്മെന്റ് മുഴക്കിയിട്ട് ബഹുമാനം കൊടുത്തെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു തആല നിർബന്ധമാക്കിയ ദാനം കൊടുക്കേണ്ട അളവിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുമ്പോ സമ്പത്ത് കുറയുന്നില്ല, സമ്പത്ത് അധികരിച്ച് വരുന്നു. കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചാലോ ഉള്ളതൊക്കെ കുറയും ചെയ്യും. അങ്ങനെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഒരു ചരിത്രം. മുൻഗാമികളെ കൂട്ടത്തിൽ ധർമ്മിഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഒരു പറമ്പുണ്ടായിരുന്നു. ആ പറമ്പിൽ ഒരു ഭാഗത്ത് ഈത്തപ്പഴങ്ങൾ, വേറെ ഭാഗത്ത് മുന്തിരി, ഇങ്ങനെ വിവിധ തോട്ടങ്ങളാണ്. പക്ഷെ ഇതൊക്കെ കായ്ക്കനികളൊക്കെ പറിക്കുന്ന അന്ന് എത്ര ആള് വന്നാലും അവർക്കൊക്കെ സഞ്ചിയിലും ചാക്കിലും ഇങ്ങനെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഇദ്ദേഹം ഓരോ വർഷം അല്ലാഹു തആല സമ്പത്ത് ഇങ്ങനെ കൂട്ടിക്കൊടുത്തു. ഈ ഡേറ്റ് ആളുകൾക്ക് പ്രസിദ്ധമായി. അങ്ങനെയാണല്ലോ. അപ്പൊ നിങ്ങളെ ഈ നാട്ടിൽ റമദാൻ 1 എല്ലാവർക്കും ഒരു സംഖ്യ സ്വതക്കേന ആളുണ്ടെങ്കിൽ ആളുകൾ നാനാഭാഗത്തുനിന്നും വരും. തെറ്റൊന്നുമില്ലത്, കൊടുത്തിട്ടല്ലേ വരും. ആ ഡേറ്റ് പിന്നെ ആളുകൾക്ക് പരിചയമുള്ള ഡേറ്റ് ആയി മാറും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അങ്ങനെ ഈ തീയതി ആളുകൾക്കിടയിൽ അറിയപ്പെട്ടു പോയി. ആ ഡേറ്റ് ആകുമ്പോൾ ആളുകൾ ചാക്കും ചട്ടിയും പാത്രമൊക്കെ ആയിട്ടും കൊണ്ട് വരും. എന്നിട്ട് കിട്ടുന്നതായിട്ട് ആൾക്കാർ തിരിച്ചു പോകും. മിസ്കിന്മാരാണ്, ഫക്കീർമാരാണ്, അവകാശികളായ ആളുകൾ. അങ്ങനെ അദ്ദേഹം സമ്പത്ത് ഇങ്ങനെ ഓരോ വർഷവും കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു തആല കൂട്ടി കൊടുത്തു. ഇഷ്ടം പോലെ കൊടുത്തു. കാരണം പിറ്റത്തെ കൊല്ലം വരുന്ന ആൾക്കാർ കഴിഞ്ഞെല്ലാം വന്നവർ മാത്രമാകൂല, കേട്ടറിഞ്ഞിടക്ക് വരൂലേ, എല്ലാവരും വരുമല്ലോ. അവിടെ എങ്ങനെ കൊടുക്കുന്ന ഒരാളാ, എന്നാ ഞാനും പോരുന്നുണ്ട്, നിങ്ങൾ പോകുന്നുണ്ടോ, ഞാനും പോരുന്നുണ്ട്, എത്ര ആൾ വരും. അതിനനുസരിച്ച് അല്ലാഹു ഇവിടെയും വർധനവ് കൊടുത്തു. അദ്ദേഹം മരിച്ചു, മക്കളെ കയ്യിലേക്ക് ഇത് വന്നു. അദ്ദേഹത്തിന് 3 ആൺകുട്ടികളാണ്. 3 മക്കളും കൂടിയാണ് ഇപ്പൊ ഈ തോട്ടം. പക്ഷെ അവർ ചർച്ച എന്താണെന്നറിയാം, ഈ കൊല്ലം നമ്മൾ ഈ തോട്ടത്തിലെ കായ്കനികളൊക്കെ പറിക്കാനാകുന്ന സമയത്ത് എന്ത് ചെയ്യും? അപ്പൊ ഒരാൾ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ബാപ്പ ചെയ്ത പോലെ വരുന്ന ആളുകൾ കുറച്ചൊക്കെ കൊടുക്കുക, അതല്ലേ ഉപ്പ കാണിച്ചെന്ന ശൈലി. അപ്പൊ വേറൊരാൾ പറഞ്ഞു, കൊടുക്കാൻ നമ്മൾ കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചാലോ? അല്ല, കൊടുക്കണ്ടാന്ന് തീരുമാനിക്കുന്ന അത്ര നല്ല ശൈലിയല്ല. അല്ല, ബാപ്പ അന്ന് കൊടുത്തത്, ബാപ്പക്ക് നമ്മൾ 3 മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് തന്നെ എത്ര ആളുണ്ട്? ഓരോരുത്തർക്കും 3 കുട്ടികളുണ്ട്. അപ്പൊ അതന്നെ 9 ആയി. പിന്നെ നമ്മൾ 3 കൂട്ടുമ്പോ എത്രയായി? 12 ആയി. നമ്മളെ ഇണകൾ കൂട്ടുമ്പോ പിന്നെ എണ്ണം കൂടി. അത്രയും തോന്നെ ആളുകളില്ല, ചെലവ് കൂടിയില്ലേ? അതുകൊണ്ട് കൊടുക്കാതെ ഈ കായ്കനികൾ മൊത്തം അങ്ങോട്ട് പറിച്ചാലോ? അപ്പൊ വേറൊരാൾ ചോദിച്ചു, എങ്ങനെ അങ്ങനെ പറിക്കുക? ആ ഡേറ്റ് അത്രയും പ്രസിദ്ധമായി പോയില്ലേ? അവരെല്ലാം വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 പെട്ടെന്ന് ഇറങ്ങിയിട്ട് പറിച്ച് പെട്ടെന്ന് ചാക്കിലാക്കി ഗോഡൌണിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ തീരുമാനത്തിൽ എല്ലാവരും യോജിച്ചു. കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ് യോജിച്ചത്. കൊടുക്കണം എന്നുള്ളതിലല്ല, കുറച്ചെങ്കിലും കൊടുക്കാന്നുള്ളതിലല്ല. അവര് രാത്രി സമയത്ത് ജനങ്ങളൊന്നും കാണാതെ തോട്ടത്തിലേക്ക് വന്ന് ഇറങ്ങിയപ്പോ തോട്ടം മുഴുവനും കത്തി കരിഞ്ഞ് ചുട്ടു ചാമ്പലായിട്ട്. അപ്പൊ ഒരാൾ ചോദിച്ചു, അല്ല നമുക്ക് വന്ന റൂട്ട് മാറിയോ? തോട്ടം മാറിപ്പോയതാണോ? തോട്ടം മാറിയതല്ല, ബൽ നഹ്നു മഹ്റൂമൂൻ, നമുക്ക് തരേണ്ടത് ഒന്നും തരാതെ അല്ലാഹു തടഞ്ഞുപോയി.
അവര് പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ തീരുമാനിച്ചു. അസാ റബ്ബുനാ അയ്യുബ്ദിലനാ ഖൈറം മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. റബ്ബേ, ഞങ്ങൾക്ക് ഇതിനു പകരം നീ വേറെ തോട്ടം തരികയാണെങ്കിൽ ബാപ്പ കൊടുത്തതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ഞങ്ങൾ കൊടുക്കും അല്ലാ, ഒന്നും ഞങ്ങൾ കുറക്കൂല. അല്ലാഹു പറയുന്നു, കദാലിക്കൽ അദാബ്, ശിക്ഷ ഇപ്രകാരമാണ്. കൊടുക്കേണ്ട സംഗതി കൊടുക്കാതിരുന്നപ്പോ അല്ലാഹു ശിക്ഷ കൊടുത്തത് കണ്ടില്ലേ? അവരവരെ വീട്ടിലേക്ക് പോയിട്ട് സ്വന്തത്തിന് പോലും ഭക്ഷിക്കാനുള്ള അല്പം കായ്കനികൾ പോലും ബാക്കി വെച്ചില്ല. തോട്ടം മുഴുവനും അല്ലാഹു കരിച്ചു കളഞ്ഞു. അങ്ങനെയാണ് കൊടുക്കുന്നത് കൊടുക്കണ്ട തീരുമാനിച്ചാൽ. നമ്മളെ വീട്ടിലൊക്കെ ബാപ്പാന്റെ കാലത്ത് റബീഉൽ അവ്വൽ ഇങ്ങനെ മൗലിദ്, ബാപ്പാന്റെ ആട് ഉമ്മാന്റെ ആട്, നമ്മളെ കയ്യിലേക്ക് അതിന്റെ കാലം മാറിയപ്പോ നമ്മളിങ്ങനെ തീരുമാനിച്ചു, ഇനിയിപ്പോ അതൊന്നും വേണ്ട, എല്ലാരും കൂടി ഒരു ഫാത്തിഹ യാസീനൊക്കെ ഓതിയാൽ മതി, അന്നൊരു ഖബർ സിയാറത്തൊക്കെ ചെയ്യാ, ഒരു പായസം കാശ് അങ്ങനെ മതി, അങ്ങനെ മതി. അവർ കൊടുത്തിനേക്കാളും ഏറെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പിശുക്കിന്റെ മേഖലയൊക്കെ ഇങ്ങനെ തിരിഞ്ഞപ്പോ കുറെ ഭാഗത്ത് ഇങ്ങനെ നഷ്ടം വരാൻ തുടങ്ങി. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചു, ആരോ എന്തോ ചെയ്തോ, എന്താ ഇപ്പൊ നഷ്ടം വരുന്നത്, എന്നെ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ പൊളിഞ്ഞെന്താ? ഒന്നുമല്ല പൊളിഞ്ഞത്, പാരമ്പര്യമായിട്ട് കുറെ ആളുകൾക്ക് കൊടുത്തിരുന്ന സുഹൃതം നീ അങ്ങോട്ട് സ്ഥാനത്തേക്ക് കയറിയപ്പോ തടഞ്ഞു. അല്ലാഹു തആല തീരുമാനിച്ചു അത്ര മതി. അതാ പ്രശ്നം ഉണ്ടായത്, വേറൊന്നുമല്ല. നമ്മളെന്തിനാ വേറെ ആൾക്കാരെ തലയെ കെട്ടി വെക്കണേ? ആരോ സിഗർ ചെയ്തോ, ആരോ കണ്ണീർ, ഒരു കണ്ണീർ ഒരു സിഗറും അല്ല. പാരമ്പര്യമായിട്ട് അവിടെ നടന്നു വന്നിരുന്ന ചെലവുകൾ ചുരുക്കി. അപ്പൊ തരുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയും ചുരുക്കി. പറഞ്ഞില്ലേ, കദാലിക്കൽ അദാബ്, കൊടുക്കേണ്ട മാർഗം കൊടുക്കാതിരുന്നപ്പോ അല്ലാഹു കൊടുത്ത ശിക്ഷ അങ്ങനെയാണ്. അവർ തൗബ ചെയ്ത് മടങ്ങിയപ്പോ അല്ലാഹു തആല അവർക്ക് പിറ്റത്തെ വർഷം നല്ല മുന്തിരിത്തോട്ടങ്ങളാണ് നൽകിയത്. തഫ്സീറിൽ കാണാം, മുന്തിരിത്തോട്ടങ്ങൾ നൽകി. ഉപ്പ കൊടുത്തതുപോലെ വരുന്ന ആളുകൾക്കൊക്കെ ഇവർ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോ അല്ലാഹു തആല പിന്നെ ആ സമ്പത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തു. തൗബ ചെയ്ത് മടങ്ങി, അപ്പൊ നന്നായി. അപ്പൊ അല്ലാഹു തആല തോട്ടം കൊടുത്തു. രണ്ടാമതും അല്ലാഹു തആല തോട്ടം കൊടുത്ത് പരീക്ഷണം തന്നെയാണ്, കൊടുക്കോ നോക്കാനാണ്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറമായിരിക്കും. അങ്ങനെ ചെയ്യരുത്. ഓരോ സംഗതികൾക്കും അങ്ങനെ ഉണ്ട്. അപ്പൊ അല്ലാഹു തആല കൊടുക്കാൻ കണക്കാക്കിയ സംഗതിയിൽ പിശുക്കാൻ പാടില്ല. അത് ഇഖ്താർ എന്ന് പറയും. മലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത ഒരു മേഖലയിലും സമ്പത്ത് ചെലവഴിക്കരുത്. അനിവാര്യമായ വിഷയത്തൊന്നും സമ്പത്ത് ചുരുക്കരുത്. കൊടുക്കേണ്ട മേഖലകളിലൊക്കെ കൊടുക്കണം. പരിധി വിട്ടിട്ടുള്ള സുഖങ്ങൾ ഹലാലാണെങ്കിലും വേണ്ട, പരിധി വിട്ടിട്ടുള്ള സുഖങ്ങൾ വേണ്ട സഹോദരങ്ങളെ, പാകത്തിനു മതി. ഭക്ഷണം കഴിക്കുന്നിടത്ത് വരെ ഗസാലി ഇമാമ് തങ്ങൾ പറഞ്ഞില്ലേ, അമിതമാകരുത്. 3 വീട്ടിൽ കല്യാണമുണ്ടോ ഒരാൾക്ക്, ഗസാലി ഇമാമ് തങ്ങൾ പറയാണ്, ഉച്ച നേരത്തെ അയാൾ കഴിക്കുന്ന ഭക്ഷണത്തെ 3 വീട്ടിലേക്കുമായിട്ട് ഭാഗിക്കണം. എല്ലാ വീട്ടിൽ നിന്ന് ഇയാൾ ഭക്ഷണം കഴിച്ചെങ്കിലേ വീട്ടുകാരന് തൃപ്തിയാവുള്ളൂ. എങ്കില് ഒരു വീട്ടിൽ അയാൾ കുറച്ച് കഴിക്കും, അടുത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിക്കും. നമ്മളങ്ങനല്ല. നമ്മളൊരു വീട്ടിൽ എന്താ ഇവിടെ നല്ല മട്ടൻ ബിരിയാണി, പഠിച്ചോനെ എത്ര കാലമായി മട്ടൻ ബിരിയാണി കിട്ടിട്ട്, കഴിക്കാതെ പോകുന്നത് ശരിയല്ല. ഒരു നേരത്തിന്റെ അല്ല 2 നേരത്തിന്റെ അവിടെ തന്നെ കഴിച്ചു. അടുത്ത വീട്ടിലേക്ക് പോകുമ്പോ പിന്നെ ഒരു സോഡ വാങ്ങി കുടിച്ചു. കാരണം ഇതൊന്നും ദമ്മാകണ്ടേ, ഒരു ഭാഗത്തേക്ക് റെഡി ആണ്ടേ. അവിടെ ചെന്ന് നോക്കുമ്പോ എന്താ ഉള്ളത്? അവിടെ ചെന്ന് നോക്കുമ്പോ പേരൊന്നും എനിക്ക് പുതിയ പറയാൻ കിട്ടൂല, പുതിയ മോഡലുള്ള. അവിടെ മറ്റേടത്ത് ചെന്നപ്പോ അവിടെ ആടായിരുന്നു, ഇവിടെ നോക്കുമ്പോ കോഴിയാണ്. കോഴി തന്നെ സാധാ കോഴിയല്ല, റുക്കൂയിലും സുജൂദിലൊക്കെ ഉള്ള കോഴി. ആ കോഴി ഇങ്ങനെ കണ്ടപ്പോ എങ്ങനെ അത് കഴിക്കാതിരിക്കാം, അവിടുന്ന് കഴിച്ചു. പിന്നെ 3-ാമത്തെ സ്ഥലത്ത് അവിടെ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയ കുറെ സംഗതികളാണ്, കൊണ്ടാട്ടോ ആറാട്ടോ ഒക്കെ. അപ്പൊ അതിന് പിന്നെയും സുബ്ഹാനല്ലാഹ് എത്രയോ ഭക്ഷണം പാകത്തിൽ. ആ 3 വീട്ടിലേക്കുമായിട്ട് നിന്റെ പള്ളയെ, നിന്റെ വയറിനെ നീ ഭാഗിക്കണം. അങ്ങനെ ഗസാലി ഇമാം തങ്ങൾ 3 വീട്ടിലും കഴിച്ചോ, തൃപ്തിപ്പെടണമെങ്കിൽ. നിന്നെ വിളിച്ചത് അത്രയും അടുത്ത് ബന്ധമുള്ള ആളാണ്, ഞാൻ വിഷമിപ്പിക്കണ്ട. അവിടുന്ന് കുറച്ച് കഴിച്ചു, അൽഹംദുലില്ലാഹ് റാഹത്തായി. 2-ാമത്തെ വീട്ടിൽ 3 വീട്ടിലും കൂടി കഴിച്ചപ്പോ നിന്റെ ഉച്ചക്കത്തെ ഭക്ഷണമായി. അത്ര ചുരുങ്ങൂലേ? അത്ര മതി. സന്തോഷത്തിനും തൃപ്തിപ്പെടുത്താനും അവർക്ക് റാഹത്ത് കൊടുക്കാനും അല്ലേ? നീ അവിടെ ശ്രദ്ധിക്കണം, പരിധി വിടാൻ പാടില്ല. റമളാൻ ശരീഫാ വരുന്നത്, പരിധി വിട്ട് ഭക്ഷണം കഴിച്ചാൽ 4 റക്അത്ത് തറാവി ആകുമ്പോഴേക്ക് തന്നെ ക്ഷീണം വരാൻ തുടങ്ങും. 6 റക്അത്ത് ആകുമ്പോ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കാൻ തുടങ്ങും, നമുക്ക് മാതൃകയായിട്ട് ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടോ. 8 റക്അത്ത് ആകുമ്പോ ഏതെങ്കിലും ഒരാൾ എണീറ്റാൽ അൽഹംദുലില്ലാഹ്, അയാൾക്ക് അല്ലാഹ് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഒരാൾ എണീറ്റല്ലോ, എനിക്ക് എണീക്കാനായി.
അത് ഇഷ്ടം പോലെ കഴിച്ചിട്ട പാകത്തിനാണെങ്കിൽ 20 റക്അത്തല്ല 40 നിസ്കരിക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. റമദാൻ മാസത്തിൽ ഇബാദത്തിന് മുഅ്മിനീങ്ങൾക്ക് നല്ല മനസ്ഥിതി ഉണ്ടാകും, സന്നദ്ധത ഉണ്ടാകും. പക്ഷെ അത് തടയുന്നൊരു സംഗതിയാണ് ഭക്ഷണം. ഗസാലിമാമ തങ്ങൾ പറഞ്ഞു, നോമ്പ് തുറക്കുന്ന സമയത്ത് സ്വാലിഹീങ്ങളെ നോമ്പായി കിട്ടാൻ മഹാനവർകൾ കുറെ കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതിലൊന്ന്, നോമ്പ് തുറക്കുന്ന സമയത്ത് സാധാരണ രാത്രിയിൽ നീ കഴിക്കാറുള്ള ഭക്ഷണത്തിന്റെ അളവനുസരിച്ച് മാത്രമേ കഴിക്കാവൂ. ഇത് 3 തരം ജ്യൂസ് തന്നെ, അപ്പൊ തന്നെ ഏകദേശം ബില്ലായി. പിന്നെ ഫ്രൂട്ട്സ് ഒരു കൊട്ടുണ്ട്, പല വക, ഓരോന്നിനും 3 എടുക്കണ്ട് അതും. പിന്നെ പത്തിരി 3 ചപ്പാത്തി 3 പൊറാട്ട 3, പിന്നെ ചോറുണ്ട് അപ്പുറത്ത്, പിന്നെ ബിരിയാണി മന്തിയൊക്കെ അത് കുറച്ചുകൂടി. എങ്ങോട്ട് അതൊക്കെ കൂടി പോണത്? ഇതൊക്കെ കഴിച്ചു വരുന്ന ആള് ഇശായിനെ നിസ്കരിച്ചാൽ നോക്കണേ, ആള് വലിയ വലിയ ബുദ്ധിമുട്ടിലാണ് അയാൾ നിൽക്കുന്നത്. ആ നൃത്തം കാണുമ്പോൾ തന്നെ ബാക്കിൽ ഒരു ഏണി വെച്ചു കൊടുക്കാൻ തോന്നും. പിന്നെ തറാവീഹ് നിൽക്കുമ്പോ ആകെ ബുദ്ധിമുട്ടായി പോയി. പലരും ശ്രദ്ധിച്ചു, പാകത്തിന് കഴിക്കുക. നോമ്പ് നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ സമ്പന്നമാക്കുന്ന, സംസ്കരിക്കുന്ന നോമ്പാവും. ഒരു ഇബാദത്തിനും മടുപ്പ് വരില്ല. സഹോദരിമാരെ, നിങ്ങളും കഴിക്കേണ്ടത് അങ്ങനെയാണ്, പാകത്തിന് ഭക്ഷണം കഴിക്കുക. തറാവീഹ് കഴിഞ്ഞിട്ട് ചെറിയൊരു ലഘുഭക്ഷണം മാത്രം, ഭക്ഷണത്തിന് മാത്രം വേണ്ടി ആകരുത് റമളാനു ശരീഫ്. പാകത്തിന് പാകപ്പെടുത്തുക, ശരീരത്തെ പാകപ്പെടുത്താൻ. ഒരു തറാവീഹ് നിസ്കാരത്തിനും 1 റക്അത്തിന് പോലും കുടുങ്ങിപ്പോയി എന്നുള്ള നിലക്കുള്ള ക്ഷീണം വരാൻ പാടില്ല. അതിനനുസരിച്ച് പാകപ്പെടുത്തും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ എന്റെ വക പറഞ്ഞല്ല, സ്വാലിഹീങ്ങളെ നോമ്പാകണമെങ്കിൽ അങ്ങനെ ഒരു പാകത സ്വീകരിക്കണമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണ്. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സുഖമാണല്ലോ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പരിധി വിടരുത്. രോഗം കൂടി വരും പരിധി വിട്ടാൽ രോഗം കൂടി വരും, ക്ഷീണം കൂടി വരും, ഇബാദത്തിന് തടസ്സം വരും, ബുദ്ധിക്ക് കുറവ് സംഭവിക്കും, പലതും വരും. ഏറ്റവും വലിയ രോഗമാകുന്ന ഖസ്വത്തുൽ ഖൽബ് അത് പിടികൂടും. ഖസ്വത്തുൽ ഖൽബ് പിടികൂടാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ 3 വിശദീകരിച്ചപ്പോ ഒന്നാണ് പരിധിയിൽ കവിഞ്ഞ ഭക്ഷണം. നേർക്ക് നേരെ ഒരു വാദം കൊണ്ട് ഫലിക്കൂല, ചെയ്യാനും സ്വീകരിക്കാനും തോന്നൂല. അതാണ് ഈ ഖസ്വത്തുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ വേറെന്തൊരു രോഗം വരിക എന്നല്ല, നന്മയോട് മടുപ്പ് വരിക, സ്വീകരിക്കാനുള്ള സന്നദ്ധത പറ്റ നഷ്ടപ്പെട്ടു പോവുക. അതാണ് ഖസ്വത്തുൽ ഖൽബ്, കടുത്ത മനസ്സ് എന്ന് പറഞ്ഞത്. അതും സ്വീകരിക്കാനാവില്ല, അതൊന്നും കേൾക്കാനാവില്ല, അതൊന്നും അങ്ങനല്ല ഒക്കെ തള്ളി മാറ്റും. അങ്ങനെ ഖസ്വത്തുൽ ഖൽബിനെ നബി തങ്ങൾ കാവൽ ചോദിച്ചതാണ്. അത് നമുക്ക് വരുന്നതിന്റെ ഒരു കാരണമായിട്ട് ഇത് എണ്ണീട്ടുണ്ട്. വയറ് നിറച്ചിന് പിന്നെ അപ്പുറം ഭക്ഷണം കഴിക്കാന്നുള്ളത് അത് വേണ്ട. രോഗം വരാനുള്ള കാരണമായിട്ടാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്, സലാസുൻ ഹുന്ന മുഹ്ലികത്തുൽ അനാമി വജാലിബത്തുസ് സ്വഹീഹി ഇലസ്സഖാമി. 3 കാര്യങ്ങൾ മനുഷ്യന്മാരെ, ആരോഗ്യവാന്മാരെ രോഗികളാക്കും. മഹാനവർകൾ പറയുന്നു, ദവാമു മുദാമത്തിൻ വദവാമു വത്ഈ വഇത്ആമു ത്വആമി അലത്ത്വആമി. ദവാമു മുദാമത്തിൻ, നിത്യമദ്യപാനം രോഗികളാക്കും. ക്യാൻസർ, കിഡ്നി ബാധിച്ച് ഫെയിലായി കളഞ്ഞ എത്ര ആളുകളാ സഹോദരങ്ങളെ, മദ്യപാനികൾ. അറിയാതെ എപ്പോഴെങ്കിലും ഒരാൾ കുടിച്ചുപോയി അയാളെ പശ്ചാത്തപിച്ച് മടങ്ങി, അയാൾക്കത് പറ്റൂല. അതേ സമയത്ത് അതിന്റെ അഡിക്റ്റായി മാറിയ ആള് എത്ര പെട്ടെന്ന് രോഗിയാകുന്നറിയും. ഹലാലാണെങ്കിലും ഭാര്യമാരുമായുള്ള സമ്പർക്കം, സല്ലാപം ഇടവിട്ടാണ് നല്ലത്. എന്നും അത് തന്നെ ആകരുത് ജോലി. എന്നും അത് തന്നെയായാൽ ക്ഷീണിക്കും, രോഗം വരും. ഹലാലല്ല എന്നല്ല, ഹലാലാണ്, പക്ഷെ അതിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. 3-മത്തത് കഴിച്ചീന്റെ പുറമെ പിന്നെയും കഴിക്കും. ദഹിച്ചിട്ടുണ്ടോ? വിശപ്പുണ്ടോ? ക്ഷീണുണ്ടോ? ഒന്നുമില്ല. ഭക്ഷണം കുറച്ച് കഴിക്കല്ലേ, ആവശ്യമല്ലേ? ആവശ്യമൊന്നുമില്ല, പിന്നെ കാണുമ്പോ എങ്ങനെ ഒഴിവാക്കുക? ഭക്ഷണത്തോട് ഒരു ബഹുമാനം പാലിക്കണ്ട. ആകെ ഒരു ബഹുമാനം എന്നോടേ ഉള്ളൂ, ഒരു ബഹുമാനം പാലിക്കണ്ടേ? പിന്നെയും കഴിച്ചു. വേറെ സ്ഥലത്തെത്തിയപ്പോ അല്ലാ ഇവിടെ ഉണ്ട് ഭക്ഷണം, കുറച്ചു നാളും ബർക്കത്തിന് കഴിക്കല്ലേ. ബർക്കത്ത് എന്നൊക്കെ നമുക്ക് പേര് കിട്ടിയ വലിയ ഭാഗ്യമായി പോയി അല്ലേ? ആവശ്യം ഉണ്ടായിട്ടും പിന്നെയും സ്വീകരിക്കാൻ പറ്റുമല്ലോ ബർക്കത്ത്. അതിനാണ് ആൾക്കാർ ആ ബർക്കത്ത് പറയുന്നത്. അങ്ങനെയാണ്, ആവശ്യത്തിനുണ്ട് പിന്നെയും സ്വീകരിക്കാൻ പറ്റിയ പറയാൻ പറ്റിയ മേഖലയാണ് ബർക്കത്ത്. അയ്യൂബ് നബി അലൈഹിസ്സലാം കുളിച്ചുകൊണ്ടിരിക്കുമ്പോ മുകളിൽ നിന്ന് ഒരു സ്വർണ്ണക്കട്ടി
ഒരു വെട്ടുകിളിയുടെ മോഡലിൽ ഒരു സ്വർണ്ണക്കട്ടി താഴിട്ട് കൊടുത്തു. അല്ലാഹു തആല ഡയറക്റ്റ് ആയി കൊടുത്താണ്. സ്വർണ്ണക്കട്ടി കണ്ടപ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാം ഒരു തുണിയിൽ അത് പൊതിഞ്ഞെടുത്തു. അപ്പൊ അള്ളാഹു വിളിച്ചു, യാ അയ്യൂബ് അലം അകുൻ അഗ്നൈതുക അമ്മാ തറാ. നിങ്ങൾക്ക് ഇപ്പൊ ആ സ്വർണ്ണക്കട്ടി എടുത്തിട്ട് വേണം, അല്ലാതെ തന്നെ സാമ്പത്തിക ശേഷി തന്നിട്ടില്ലേ? അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാം പഠിച്ചോൻ അതൊക്കെ ശരിയാണ്, പക്ഷെ ലാ ഗിനാലി അൻ ബറക്കത്തിക, നീ തരുന്നൊരു സംഗതി ബറക്കത്തല്ലേ, അത് വേണ്ടാന്ന് വെക്കാൻ പറ്റും പഠിച്ചോനെ, അതിനെടുത്താണ്. അതാ നമ്മൾ ഭയം. ബറക്കത്തല്ലേ, എങ്ങനെ കഴിക്കാതിരിക്ക? ആവശ്യമില്ലല്ലോ, എന്നാ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്ക ബർക്കത്ത്. സ്വർണ്ണം തിന്നാടുത്തല്ല ആവശ്യത്തിന് ബർക്കത്ത് പഠിച്ചോലെ, നീ നേരിട്ട് തന്ന ബർക്കത്തല്ലേ, ഞാൻ എങ്ങനെ സ്വീകരിക്കാതിരിക്കും എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. ബർക്കത്തിനാണെങ്കിലും നമ്മുടെ വയറിന്റെ കാര്യം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ആവശ്യമില്ലെങ്കിൽ ഭക്ഷണം വേണ്ടാന്ന് വെക്കും, പിന്നെ ആവശ്യമാകുന്ന സമയത്ത് കഴിക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു റെഡിയാണ്. തറാവീഹ് കൊണ്ടൊന്ന് ദഹിക്കുന്ന ആരും കരുതരുത് കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ 1.5 മണിക്കൂറിന് തറാവീഹ് നിസ്കരിക്കണം. ഹാഫിദ് ഉസ്താദിനെ ഇമാമാക്കിയിട്ട് ഓരോ ദിവസവും ഒരു 1.25 ജുസൊക്കെ ഓതി നിസ്കരിച്ചാൽ മതി. അതിന് ഉസ്താദ് ഇവിടെ ലീവാണെങ്കിൽ പിന്നെ ഞാൻ ഉസ്താദിനെ നിർബന്ധിച്ച് നിർത്തില്ല. ഹറമിലൊക്കെ ഉള്ള 1.5 മണിക്കൂറിന് തറാവീഹില്ലേ, അതിലൊക്കെ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു കഞ്ഞിടിച്ചാളെ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇവിടെ ഈ 3/4 മണിക്കൂർ നിസ്കാരത്തിന് അല്ലാഹുവേ മലന്തറൊക്കെ എഴുതിയിട്ട് അതിനൊന്നും കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പൊ തീരെയും സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ടൊന്നും ഒരു ദഹന പ്രക്രിയ കിട്ടിയെന്ന് കരുതരുത്. പിന്നെ ഒരു വെള്ളോ അത്യാവശ്യത്തിന് എന്തോ കഴിച്ചാൽ മതി. പിന്നെയും 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 ഇങ്ങനെ കഴിക്കുമ്പോ ക്ഷീണം കൂടി വരും. അത്താഴത്തിന്റെ സമയത്ത് നല്ലോണം വിശക്കാൻ വേണ്ടി സത്യത്തിൽ വിശന്നിട്ട് പാകപ്പെട്ട ഭക്ഷണം കഴിക്കണം. എന്നിട്ട് ആ റാഹത്തിൽ ഇരുന്നിട്ട് ഓതണം. അത്താഴത്തിന്റെ സമയത്ത് കഴിച്ച ഭക്ഷണവും ഓവറാണോ പെട്ടെന്ന് അറിയും. ഖുർആൻ കൈ കൊടുത്താൽ മതി. ഒരു പേജ് മുഴുവനായിട്ട് ഓതാൻ കഴിയില്ല, 2 ആയത്ത് കഴിയുമ്പോഴേക്കിന് ആൾ തൂങ്ങിയിട്ടുണ്ടാവും. പാകത്തിന് ഭക്ഷണം കഴിച്ചാലാണെങ്കിൽ 1 ജുസ് 1.5 ജുസ് 2 ജുസ് ഒക്കെ ഇരുന്ന് ഓതാം, ഒരു കുഴപ്പമുണ്ടാവില്ല. പാകപ്പെടുത്തണം നമ്മൾ, അല്ലെങ്കിൽ സുവർണാവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോകും. ഭക്ഷണത്തിലും അങ്ങനെ തന്നെ, വസ്ത്രത്തിലും അങ്ങനെ തന്നെ. പാകത്തിനുള്ള വസ്ത്രം മതി, പാകത്തിനുള്ള വസ്ത്രം മതി, ഏറെ വേണ്ട. ഏറെ വസ്ത്രങ്ങളുണ്ടോ ആവശ്യക്കാർക്ക് വിതരണം ചെയ്തേക്കുക. ഇപ്പൊ സഹോദരങ്ങളെ സഹോദരിമാരെ, മുമ്പൊക്കെ ഒരു വർഷത്തിൽ 3 കൂട്ടം വസ്ത്രങ്ങളായിരുന്നു പലരും എടുത്തിരുന്നത്. ചെറിയ പെരുന്നാക്കുന്ന്, വലിയ പെരുന്നാക്കുന്ന് ആഘോഷാണല്ലോ. പിന്നെ റബീഉൽ അവ്വലോ അല്ലെങ്കിൽ കുടുംബത്തിൽ കല്യാണോ ഏതെങ്കിലും ഒന്നിനായിട്ട് ഒന്ന്. ഇന്നങ്ങനല്ല, ഒരു മാസത്തിൽ 3 കല്യാണം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പിട്ടത് പോരാ, പിന്നെയും എടുത്തു 10,000-ന്റെ ഡ്രസ്സ്, പിന്നെയും അടുത്ത ആഴ്ച ദാ വരുന്നു, പിന്നെയും എടുക്കുന്നു 15,000-ന്റേത്. അങ്ങനെ വേണ്ട, അധികമാണ്, അധികമാണ്, അത്ര വേണ്ട. പുതിയ വസ്ത്രം ധരിച്ചിട്ട് ആ വസ്ത്രത്തിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നിങ്ങനെ നോക്കി. പുതിയൊരു വസ്ത്രം ധരിച്ചാ നമ്മളും നോക്കൂലേ? ആയിഷ ബീവി പുതിയ വസ്ത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഇന്നല്ലാഹ ലൈസ ബിനാദിരിൻ ഇലൈക്. വസ്ത്രം നോക്കിയിട്ട് ചൊറുക്കുകൊള്ളാണോ? അല്ലാഹു നിങ്ങളിലേക്ക് നോക്കുന്നില്ല. നിങ്ങൾക്ക് വസ്ത്രത്തിന്റെ ഭംഗി മതിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പേടിച്ചു. ആ പുതിയ വസ്ത്രം അയച്ചിട്ട് മഹദി അത് സ്വതക്ക കൊടുത്തു, പഴയത് തന്നെ ധരിച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ അത് സ്വതക്ക കൊടുത്തു, പിന്നെയും ധരിക്കുമ്പോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുമോ എന്ന് കരുതിയിട്ട്. അപ്പൊ നബി തങ്ങളെ മറുപടി, അസാദാലികി അയ്യുകഫിറ അൻകി. നിങ്ങളിൽ നിന്ന് നേരത്തെ വല്ല ചിന്തയും വന്നെങ്കിൽ അതിന് മാപ്പ് ചെയ്യാൻ ഈ ധർമ്മം ഉപകരിച്ചേക്കും. പാകത്തിന് മതി. 2 ചെരുപ്പ് വീട്ടിന്റെ പുറത്തോ വീട്ടിനകത്തോ ധരിക്കാൻ, പുറത്തേക്ക് പോകാനും. വസ്ത്രത്തിന്റെ കൂട്ടിനനുസരിച്ച് 7, 8, 9 ചെരുപ്പ് വേണ്ട. ഒരു വീട്ടിൽ 3 ആളാ താമസിക്കുന്നത്. ഞാൻ ഒരു വീട്ടിൽ പോയപ്പോ 3 ആൾക്ക് ചെരുപ്പ് വെക്കാൻ വേണ്ടി 3 അറകളുണ്ട്. ഒരറയിൽ 8 കൂട്ടം ചെരുപ്പ്, അടുത്തയിലുണ്ട് 8 കൂട്ടം, അടുത്ത 8 കൂട്ടം. ആകെ ആ വീട്ടിൽ 3 ആളേ ഉള്ളൂ. അപ്പൊ എന്താ സംഗതി നോക്കുമ്പോ, ഇന്ന് ബുധനാഴ്ച അല്ലേ, ഇന്ന് ഒരു ചെരുപ്പ്, ഇന്ന് വ്യാഴാഴ്ച അല്ലേ, ഇന്ന് വേറൊന്ന്. പാകത്തിന് മതി, ഓവർ വേണ്ട, പാകത്തിന് മതി. പാകത്തിനുള്ള വസ്ത്രം മതി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. സഹോദരിമാരെ സഹോദരങ്ങളെ, ബക്കറ്റ് വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ കവർ വിതരണം ചെയ്തിരുന്നു. കവർ ഇന്നലെ ലഭിക്കാത്ത ആളുകൾ കവർ വാങ്ങണം. നമ്മുടെ ഇവിടെ നടക്കുന്ന ദർസ് അൽഹംദുലില്ലാഹ്
വളരെ പരിമിതമായ രൂപത്തിലാണെങ്കിലും ഈ നാട്ടുകാരുടെയും പരിസരവാസികളുടെയും പ്രവാസികളുടെയും ഒക്കെ സഹകരണത്തോടെ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇല്യാസ് സഖാഫി ഉസ്താദിന് വലിയ സഹകരണത്തോടുകൂടെ ആളുകൾ ഈ ദർസ് നടത്തിക്കൊണ്ടുപോകുന്നു. നിത്യവരുമാനമായിട്ടൊന്നുമില്ല. നമ്മുടെ മുത്തഅല്ലിമീങ്ങളുടെ തക്കാഫുല് ഏറ്റെടുക്കുന്ന വിഷയം ഇന്നലെ നാം ഉണർത്തിയിരുന്നു. 2 കുട്ടികളുടെ തക്കാഫുൽ അല്ലെ, ഫൈറോസ് എന്ന് പറയുന്ന ആള് 2 കുട്ടികളുടെ തക്കാഫുല് 1 കൊല്ലത്തേക്കുള്ള ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറ. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന ഇൽമിന്റെ ഹർഫിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ ഖൈറാത്തിലും നീ പുരോഗതി കൊടുക്കണേ അല്ലാഹ്. മക്കളിലും കുടുംബാംഗങ്ങളിലൊക്കെ എല്ലാവിധ റാഹത്തും കൊടുക്കണേ അല്ലാഹ്. ആരെല്ലാം അവരിൽ നിന്ന് വഫാത്തായി പോയിട്ടുണ്ടോ അവരെ ദറജകൾ ഉയരാൻ ഇത് നീ നിമിത്തമാക്കണേ റഹ്മാനെ. മുത്തഅല്ലിമീങ്ങൾ എത്ര കിതാബ് ഓതി പഠിക്കുന്നോ അതിനനുസരിച്ച് ദീനിന്റെ ഖിദ്മത്തിൽ അവർക്ക് നീ വലിയ പങ്ക് നൽകണേ അല്ലാഹ്. ഇനിയും വീട് പണി നടക്കണ്ട, അള്ളാഹു എളുപ്പമായി കൊടുക്കട്ടെ. എളുപ്പത്തിൽ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് ഇബാദത്ത് എടുക്കാൻ നല്ല റാഹത്തുള്ള ഭവനമാക്കി നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നും നാളായിട്ട് അത് പൂർത്തിയാക്കണം. എത്ര പൂർത്തിയാക്കണം ഉസ്താദേ? 10 എണ്ണം പൂർത്തിയാക്കണം. 2 എണ്ണം പൂർത്തിയായി, ഇനി 8 അല്ലേ ഉള്ളൂ. ഓരോരുത്തർ അങ്ങനെ ഏറ്റെടുത്താൽ മതി. അല്ലെങ്കിൽ നിർബന്ധിക്കല്ല. എത്രയായിരുന്നു ചെലവ് പറഞ്ഞത്? കുറച്ച് ചിലവുള്ളൂ, 36,000. മുത്തഅല്ലിമീങ്ങൾ കുറഞ്ഞ ഭക്ഷണം കഴിക്കുള്ളൂ എന്നാണ് ഇസ്മായിൽ മാഷ് അങ്ങനെ പറഞ്ഞു. ഓതി പഠിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് 36,000 ഒരു വർഷത്തേക്ക് ചെലവ് വരുന്നുള്ളൂ. 50,000 ഒന്നുമില്ല, 36,000 ഒരു വർഷത്തേക്ക് ഒരു മുത്തഅല്ലിമിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നും നാളായിട്ട് നമുക്കത് പൂർത്തീകരിക്കണം. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. സഹോദരിമാരെ, നിങ്ങളും നിങ്ങളോട് ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ആ മേഖല പൂർത്തീകരിച്ച് ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടെ നമുക്ക് നാളെ സമാപനത്തിൽ 10 ആളെയും തക്കാഫുൽ പൂർത്തിയായി കിട്ടി ഇൻഷാ അല്ലാഹ് ദുആർക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ ഈ ആയത്തിൽ പറഞ്ഞ ഈ രൂപം റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ചെലവഴിക്കുമ്പോ ഒരു നിലക്കും ഓവർ ആകൂല, ആവശ്യത്തിന് പിശുക്കൂല്ല. വകാന ബൈന ദാലിക ഖവാമ, പാകത്തിന് ചെലവഴിച്ചത് എന്നുള്ളത് അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളെ ശിഷ്യന്മാരുടെ സ്വഭാവത്തെ പറ്റിയാണ് ഈ പറഞ്ഞത്. കാനൂ ലാ യഅകുലൂന തആമൻ ലിത്തനഉമി വല്ലദ്ദാ, സുഖാസ്വാദനത്തിന് വേണ്ടി ഒരു ഭക്ഷണവും അവർ കഴിച്ചിട്ടില്ല. വിശപ്പ് മാറാൻ വേണ്ടി മാത്രമാണ് അവർ ഭക്ഷണം കഴിച്ചത്. ആര്? സ്വഹാബത്ത്. വലാ യൽബസൂന സൗബൻ ലിൽ ജമാലി വസ്സീന, ഭംഗിക്ക് വേണ്ടി ഒരു വസ്ത്രവും അവർ ധരിച്ചിട്ടില്ല. പിന്നെയോ ഔറത്ത് മറക്കാനുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്, വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. അതേ, വസ്ത്രം ധരിക്കാനില്ലാത്ത സമയത്ത് ആടിന്റെ തോല് ഊറക്കിട്ടത് ശുദ്ധിയാക്കി വസ്ത്രമായി ധരിച്ചവരുണ്ട്. പൊതക്കുന്ന പൊതപ്പ് തുണിയാക്കി ഉടുത്ത് പള്ളിയിലേക്ക് വന്നവരും ഉണ്ട്. പാകത്തിന് മാത്രം ചെയ്ത് ജീവിച്ചവരാണ്. ഇസ്രാഫിന്റെ അർത്ഥങ്ങൾ ഒരുപാട് വിശദീകരിച്ചെടുത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് വസ്ത്രങ്ങളുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. തൊഴിലിനൊരു വസ്ത്രം, അതുപോലെ തന്നെ നിസ്കരിക്കാൻ ഒരു വസ്ത്രം, പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വസ്ത്രം നല്ലതാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പഴകിയ വസ്ത്രം ധരിച്ചു വന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പള്ളിയിലേക്ക് വന്നതല്ലേ, നല്ലൊരു വസ്ത്രം ധരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ നല്ല വസ്ത്രം ധരിച്ച് നിങ്ങൾ പള്ളിയിലേക്ക് വരണം. അതുകൊണ്ടാണ് യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിസ്കാരത്തിന് വരുമ്പോ നല്ല വൃത്തിയുള്ള ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ചു വരണം. നിസ്കരിക്കാനല്ലേ പോകുന്നത്, അള്ളാഹുവിനോടുള്ള മുനാജാത്തിനല്ലേ. ഈങ്ങിച്ചടച്ച് പടകി വിയർപ്പ് വാസനിക്കുന്ന മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന വസ്ത്രമാകരുത്. നല്ല വസ്ത്രം ധരിച്ചു വരണം, നല്ല സുഗന്ധങ്ങൾ പുരട്ടി വരണം. ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞൊരു വാക്ക് ഇബ്നു അജീബ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ ഉദ്ധരിച്ചത് കാണാം. നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ഇസ്രാഫൊക്കെയാണ് മഹാനവറുകൾ പറയുന്നത് ഇസ്രാഫായിട്ട്. ഉമർ റളിയല്ലാഹുവിന്റെ വീക്ഷണത്തിലുള്ള ഇസ്രാഫിന് കുറച്ചു മതി. കഫാ ബിൽ മർഇ സറഫൻ ലാ യഷ്തഹി ഷൈഅൻ ഇല്ലാ ഇഷ്തറാഹു ഫാകല. ഒരു മനുഷ്യന് ഇസ്രാഫാകാൻ, സമ്പത്ത് ദുർവ്യയം ചെയ്തു എന്ന് പറയാൻ എത്ര മതി? ആഗ്രഹമുള്ളതൊക്കെ വാങ്ങുക, അതൊക്കെ ഭക്ഷിക്കുക. പുതിയ പുതിയ പേരുകൾ ഇങ്ങനെ വരാനുള്ള മോഡലായിട്ട്. അത് കഴിച്ചിട്ടില്ല, അതൊന്നും കഴിക്കുക. സംഖ്യ നോക്കണ്ട, 500 600 ആയൊന്നും പ്രശ്നമില്ല. അതും ഒന്ന് കഴിച്ചു നോക്കുക, അപ്പുറത്തുള്ള ഒന്ന്. അങ്ങനെ ഓരോ ദിവസവും ഓരോന്നും. ഇങ്ങനെ ഒരു പണി കഴിഞ്ഞ് വരുന്ന ആള് ഓരോ ദിവസം അങ്ങനെ കഴിക്കാൻ നിന്നാ വീട്ടിലേക്ക് എത്തുമ്പോൾ ആകെ 100 രൂപ ഉണ്ടാകും. എണ്ണ ഒഴിക്കാനുള്ള 100 രൂപ.
ബാക്കിയൊക്കെ ചെലവായിട്ടുണ്ടാവും. ആഗ്രഹിക്കുന്നത് എന്തും കഴിക്കുക എന്നത് ഇസ്രാഫാണ്. ആഗ്രഹിക്കുന്നത് എന്തും നടത്തുക എന്നതാകരുത്. ആഗ്രഹിക്കുന്നത് എന്തും ഭക്ഷിക്കുക എന്നാകരുത്. പിന്നെയോ തോന്നുന്നതിനൊക്കെ ചെലവഴിക്കാനാകരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പാകത്തിന് ചെലവഴിക്കുക. ഇസ്രാഫിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണി കൂടി ഞാൻ വായിക്കട്ടെ. ആയത്തിൻ്റെതില് ഇസ്രാഫ് ഭക്ഷണത്തിലും കെട്ടിടത്തിലും സമ്പത്തിന്റെ ദുരുപയോഗത്തെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരിച്ച് മഹാനവറുകൾ പറഞ്ഞു. സമ്പത്ത് ദുരുപയോഗം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുരുപയോഗം ചെയ്യരുത്. അള്ളാഹു നൽകിയ സമ്പത്ത് ദുരുപയോഗം ചെയ്യരുത്. പാകത്തിന് ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കണം. പറ്റ പിശുക്കി വെക്കാൻ പാടില്ല. വീട്ടുകാർക്കും കുടുംബക്കാർക്കും സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഒന്നും ചെലവ് കൊടുക്കാതെ സമ്പത്ത് അങ്ങനെ ഒരു കൂട്ടി വെച്ച് അവർക്ക് കഞ്ഞിവെള്ളം മാത്രം കൊടുക്കാന്നുള്ള സ്വഭാവം അത് ശരിയല്ല. പാകത്തിനുള്ള ഭക്ഷണം നാട്ടില് സാധാരണ വീടുകളിലൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എങ്ങനെ അതേ രൂപത്തിൽ നമ്മളെ വീട്ടിലും ഭക്ഷണം കഴിക്കണം. തീരെ ചെലവിന് തരാത്തതുകൊണ്ടല്ലേ അബൂ സുഫിയാൻ റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ എന്റെ ഭർത്താവിന് അറിയില്ലേ, ആവശ്യത്തിനുള്ള പോലും ചിലപ്പോ ഒന്നും തരൂല എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ചോദിക്കാനും നിൽക്കണ്ട. ഖുദീ മാ യക്ഫീകി വവലദികി ബിൽ മഅറൂഫ്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും മതിയാകുന്നത് നിങ്ങളങ്ങ് എടുത്തോളും. മുപ്പർ കൊണ്ടു നിൽക്കുന്ന സമ്പത്തുനിന്ന് അത് കളവൊന്നും ആകൂല. ഇനി അതിന് പുറേ പോയി കച്ചറ ഉണ്ടാക്കണ്ട, അടിക്കൊന്നും വേണ്ട. പാകത്തിന് ചെലവ് കൊടുക്കുന്നില്ലെങ്കിൽ പാകത്തിനുള്ളത് എടുക്കാന്നാണ്. അങ്ങനെ ഒരു പെർമിഷൻ ഉണ്ട്, പാകത്തിന് കൊടുക്കാം. അത് പിശുക്കാൻ പാടില്ല. എന്നിപ്പോ നമ്മളെ വീട്ടില് പച്ചക്കറി ഉപയോഗം അതൊരു സുഖല്ലല്ലോ. മത്സ്യം വാങ്ങേണ്ടി വരും, മാംസം വാങ്ങേണ്ടി വരും. നാട്ടിലെ പതിവനുസരിച്ച് നാട്ടിൽ ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടാകും, ചിലപ്പോൾ 2 ദിവസം ഉണ്ടാവും, ചിലപ്പോൾ 3 നേരം ഉണ്ടാകും. ആ കുടുംബത്തിന്റെ അവസ്ഥക്കനുസരിച്ച് അതുള്ളത് വാങ്ങിക്കൊടുക്കണം. അത് ഇസ്രാഫ് ആകൂല, അത് പാകത്തിനുള്ളതാണ്. അതിലും ചുരുക്കിയാൽ അത് പിശുക്കായി മാറും. സമ്പത്ത് ദുരുപയോഗം ചെയ്യുന്നിടത്ത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, ആവശ്യമില്ലാതെ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് മഹാനവറുകൾ പറഞ്ഞു, വസ്ത്രം പുതിയത് വാങ്ങണം, അതിനെന്ത് ചെയ്യണം, പഴയത് കീറണം, നല്ല പുതിയ വാങ്ങാൻ പറ്റുള്ളൂ. പല ഭാഗത്തും അതിനെ ഓട്ടയാക്കണം. അല്ലെങ്കിൽ ഒരു തീക്കൊള്ളി എടുത്തിട്ട് ചില ഭാഗത്തൊക്കെ കരിഞ്ഞു പോയി എന്ന് പറയണം, അപ്പൊ പുതിയത് വാങ്ങിക്കിട്ടുമല്ലോ. അങ്ങനെ പുതിയത് കിട്ടാൻ വേണ്ടി കേടുവരാത്ത വസ്ത്രം കീറുന്നതും കരിക്കുന്നതും അത് സമ്പത്ത് ദുരുപയോഗം ചെയ്യലാണ്. അത് പാടില്ല. നല്ല വസ്ത്രമായിരുന്നു, ഒരു കുഴപ്പമില്ലെന്നതിൽ. പക്ഷേ അതിന് ഒരു ഭംഗി നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അതിനെ നശിപ്പിക്കുക. അതുപോലെ തന്നെ ഹദ്മുൽ ബിനാഇ മിൻ ഗൈരി ഗറളിൻ, മോഡൽ മാറി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബിൽഡിംഗ് പൊളിച്ചു, നല്ല ഈടിട്ട ബിൽഡിംഗ്, താമസിക്കാനും നല്ല റാഹത്തുണ്ടായിരുന്നു, തകരാറൊന്നുമില്ല. ചോർന്നൊലിക്ക് ചില ഭാഗങ്ങൾ പൊട്ടിക്കീറി അതൊക്കെ മാറ്റേണ്ടി വരും. തലക്ക് വീണ പിന്നെ ആളെന്നെ കലയായി പോകും. അങ്ങനെ നിൽക്കരുത്. പൊട്ടിക്കീറിയിട്ട് പിന്നെ തൂണിച്ചു തീർക്കരുത്, അത് മാറ്റണം. അല്ല, മോഡൽ മാറിയിട്ടേ ഉള്ളൂ. ഒരു 10-15 വർഷത്തെ നല്ല കപ്പാസിറ്റി ഉണ്ടാക്കിയപ്പോ തന്നെ അങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷെ 2024 ആകുമ്പോഴേക്കും മോഡൽ മാറി എന്ന് പറഞ്ഞിട്ട് അടിമുടി മൊത്തം മാറ്റി. അത് സമ്പത്ത് വെറുതെ ദുരുപയോഗം ചെയ്യലാണ്. ഒരു റൂം മാറ്റേണ്ടതുണ്ട്, ആ റൂമിന്റെ ചില ഭാഗങ്ങളൊക്കെ തകർന്ന് വീണ്ട് അടർന്ന് വീണ്ട് മാറ്റണം. അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്ക് പിന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അത് ആ ഭാഗം പൊളിച്ച് വേറെ ഉണ്ടാക്കണം. അത് ആവശ്യം. നിലത്ത് വിരിച്ചിരിക്കുന്നത് അത് കാലിന് സുഖമില്ലാത്ത രീതിയിൽ രോഗങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു കല്ല പതിച്ച് അന്ന് അത്ര കൈവുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മാറ്റാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മോഡലേ മാറിയിട്ടുള്ള ആരോഗ്യ പ്രശ്നമോ വിഷയങ്ങളോ ഒന്നുമില്ല. മോഡൽ മാറി എന്നുള്ളത് കൊണ്ട് മാത്രം മാറ്റം, അത് ബുദ്ധിമുട്ടായി വരും, ദുരുപയോഗമായിട്ട് വരും. ഞാൻ പറയുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകണ്ട. അതേ രൂപത്തിലാണ് നമ്മളെ വീട്ടിൽ ഇപ്പൊന്നുമില്ല, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ചില വീടുകളിലൊക്കെ മരിച്ച വീട്ടിൽ കരയാൻ വേണ്ടി വന്നിരുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ചില്ലറ കൊടുക്കൽ. കരച്ചിൽ ഉഷാറായിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സങ്കടം ഉണ്ട് എന്ന് പുറത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അതിന്റെ പേരിൽ ഒരു സംഖ്യ, അത് പാടില്ല. അതേ രൂപത്തിൽ മഹാനവറുകൾ പറഞ്ഞു, വൽ മുത്രിബ്, സംഗീതോപകരണങ്ങൾ വാങ്ങാൻ സമ്പത്ത് ചെലവഴിക്കൽ. അതിന്റെ അർത്ഥങ്ങൾ വെച്ചോളൂ. സംഗീതോപകരണങ്ങൾ കേൾക്കാനും പാടാനും മുട്ടാനും കൊട്ടാനും വിവിധ സ്ഥലങ്ങളിലുള്ളത് സംപ്രേഷണം ചെയ്യാനൊക്കെ പാകപ്പെടുത്തിയ രൂപത്തിൽ
പഠിക്കേണ്ട ആവശ്യത്തിനാണെങ്കിൽ അതിനുള്ളത് പറ്റും, അതിൽ പരിമിതപ്പെടുത്തണമെന്ന് മാത്രം. അതിലപ്പുറം വേറെ കുറെ ലക്ഷ്യങ്ങളാണ് അതിന്റെ പിന്നിലുള്ളത്. സാമ്പത്തിക ദുരുപയോഗം. ഇങ്ങനെ ഫസാദിന്റെ മേഖലകളിൽ എന്തെല്ലാം സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടോ അതൊക്കെ ഈ രൂപത്തിൽ പെട്ടു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. സാമ്പത്തിക ദുരുപയോഗം വരുത്തരുത്. നല്ല മാർഗത്തിന് ചെലവഴിക്കാനുള്ളതാണ് സമ്പത്ത്. കാരണം ഈ സമ്പത്ത് എത്ര ചെലവഴിച്ചാലും എങ്ങനെ ചെലവഴിച്ചാലും അതിന്റെ ഒരു കണക്കെടുപ്പ് വരാനുണ്ട്. അതുകൊണ്ടാണ് ഇത് കൃത്യമായി പറഞ്ഞത്. നിങ്ങൾ നോക്ക്, ഭരണരംഗത്തേക്ക് കയറിയിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകന് ഒരു ചെറിയ ഭരണം കിട്ടി, മദീനയുടെ ഭരണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാണ് ഖലീഫ. സ്വന്തം മകൻ മദീനയുടെ ഭരണം കിട്ടി. ഭരണം കിട്ടിയ മകൻ ആ ഭരണം കിട്ടിയെന്നുള്ള നിലക്ക് നല്ലൊരു മോതിരം വാങ്ങി. ആ മോതിരത്തിന് സഹോദരങ്ങളെ 1000 ദിർഹം വിലയാണ്. 1000 ദിർഹം വിലയുള്ള മോതിരം വാങ്ങി എന്നുള്ള വിവരം കേട്ടപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മകന് കത്തെഴുതി. ഒരു ഭരണരംഗത്തെ കസേര കിട്ടിയപ്പോഴേക്ക് നിന്റെ മോതിരത്തിന്റെ വില കൂടിപ്പോയോ? വേണ്ട, ആ 1000 ദിർഹമിന്റെ മോതിരം വിറ്റിട്ട് 1000 പേർക്ക് ഭക്ഷണം കൊടുക്കൂ. പകരം നീ ഒരു ഇരുമ്പിന്റെ മോതിരം കയ്യിൽ ധരിച്ചേക്കൂ. ആ മോതിരത്തിന്റെ മുകളിൽ നീ ഒരു വാക്ക് എഴുതി വെക്കണം, റഹിമല്ലാഹു റഅൻ അറഫ ഖദ്റ നഫ്സിഹി. റഹിമല്ലാഹു റഅൻ അറഫ ഖദ്റ നഫ്സിഹി. സ്വന്തം ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാക്കിയ മനുഷ്യന് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. ഭാരിച്ച കടബാധ്യത സ്വന്തം പെരടിയിൽ എഴുതിയിട്ട് ആവശ്യമില്ലാത്ത സൽക്കാരങ്ങളും ആവശ്യമില്ലാത്ത ആർഭാടങ്ങളും വെച്ച് നീട്ടരുത്. കടബാധ്യത ആവശ്യത്തിനല്ലാതെ വാങ്ങിയതാണോ അത് വീടിക്കിട്ടാൻ കുറച്ച് പ്രയാസം വരും. ആവശ്യത്തിനാണെങ്കിൽ അത് അല്ലാഹു തആല വീട്ടി തരും ചെയ്യും. അല്ലാഹു തആല കൊടുക്കൂല. ആവശ്യത്തിനാണോ നമ്മൾ കടം വാങ്ങിയത്? നമ്മളെ സ്വന്തം ചികിത്സക്ക്, മക്കളെ ചികിത്സക്ക്, ഉപ്പാന്റെ ഉമ്മാന്റെ ഭാര്യന്റെ ചികിത്സക്ക് നമ്മൾ കടം വാങ്ങിയ ഒരാളോട് ആവശ്യമാണ്, അത്യാവശ്യമാണ്, അതിനുവേണ്ടി നമ്മൾ ചെലവഴിച്ചതാണ്, വലിയ ട്രീറ്റ്മെന്റാ വേണ്ടി വന്നത്. നമുക്ക് അല്ലാഹു തആല അത് വീട്ടാനുള്ള മാർഗം തുറന്നു തരും. ഒരാശങ്കയും വേണ്ട. പാകത്തിനുള്ള ഒരു വീട് ഘട്ടം ഘട്ടമായി എടുക്കുമ്പോ ചെറിയൊരു കടം വന്നു, അല്ലാഹു തആല വീട്ടി തരും. പാകത്തിനപ്പുറം അവനും അവന്റെ കുടുംബത്തിനും സാമ്പത്തിക അവസ്ഥക്കും അപ്പുറാണോ? കുറെ കുടങ്ങിയവരുണ്ട്. ജപ്തി നോട്ടീസ് വന്നിട്ട് ദ്വാരക്കുന്നവരുണ്ട്. കുടുങ്ങിയിട്ട് പാലിശയിൽ ഇങ്ങനെ കുഴങ്ങിയിട്ട് കളിക്കുന്ന അത്രയും ആൾക്കാരുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ സംഭാവനന്റെ ലിസ്റ്റ് വന്നപ്പോ ആകെ ഞെട്ടിപ്പോയ ഒരു ലിസ്റ്റാണ്, ഒറ്റ ലിസ്റ്റ്. ഇപ്പോൾ അതിന് ഞെട്ടല് മാറിയിട്ടില്ല. ദ്വാരക്കാൻ വേണ്ടി ലിസ്റ്റ് തന്നാണ്. അതിൽ എഴുതിയിരിക്കുന്ന ഉസ്താദെ, ഇഷ്ടംപോലെ പലിശക്കടമുണ്ട്, അതൊന്ന് വീടി കിട്ടാൻ വേണ്ടി 313 ഒരു സംഭാവന. 313 സംഭാവന തന്നതാണ്. ഇതൊക്കെ വീടി കിട്ടാൻ വേണ്ടി. എങ്ങനെ ദ്വാരക്കാനാ? എന്ത് ദ്വാരക്കാനാ സഹോദരങ്ങളെ? നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. ചൂഷണത്തിൽ കുടുങ്ങരുത്. ചൂഷണോപാധികമായിട്ട് സമ്പത്ത് ചെലവഴിക്കരുത്. അതൊക്കെ ദൂർത്തിന്റെ മേഖലയിൽ വരും. ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. പാകത്തിലുള്ള ജീവിതം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പാകപ്പെടുത്തിയ ജീവിതം. സമ്പന്നനായിട്ടും അങ്ങനെ പാകപ്പെടുത്തിയ ജീവിതമുണ്ടോ? ഉണ്ട്. ഇഷ്ടം പോലെ ആളുകൾക്ക് അങ്ങനത്തെ ജീവിതമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വലിയ സമ്പന്നനല്ലേ? ബാപ്പ വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു. ഉസ്മാൻ തങ്ങൾക്കും വലിയ സമ്പത്തുണ്ടായിരുന്നു. പക്ഷേ പാകപ്പെട്ട ജീവിതം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറമുള്ളൊരു ജീവിതം ഉസ്മാൻ തങ്ങൾ നടത്തിയിട്ടില്ല. ചെലവ് ഏറ്റവും അധികം ചെയ്തത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അവർ ചെലവഴിച്ചിടത്താണ് ഇന്ന് നമ്മളിൽ പലരും പോയി സുജൂദ് ചെയ്യുന്നത്. അവർ ചെലവാക്കിയ കിണറിൽ നിന്നുള്ള വെള്ളമാണെന്ന് മദീനയിൽ പലയിടത്തും കുടിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്രയാണ് ആ കിണറിന് വേണ്ടി വലിയ വില പറഞ്ഞപ്പോൾ ഒറ്റൊന്നും കുറക്കാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തത്. ആ ഒരൊറ്റ സംഭാവനയിൽ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ടത് മുഴുവനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓവറായിട്ടുള്ളൊരു ജീവിതവും ഇല്ല.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല സമ്പത്തുള്ള ആളായിരുന്നു. സമ്പത്തിന്റെ മുക്കാൽ ഭാഗവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. 40,000 ദിർഹം മൊത്തം മഹാനവറുകളുടെ സാമ്പത്തിക സ്രോതസ്സുണ്ടായിരുന്നു. അതിൽ 35,000 ദിർഹം മുത്തുനബി തങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചു. 1,000 ദിർഹം കൊണ്ടാണ് അവർ ജീവിതം മുന്നോട്ട് നയിച്ചത്. കച്ചവടം ചെയ്ത് കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് നീക്കിയത് ആകെയുള്ള 5,000 ദിർഹം കൊണ്ടാണ്. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയോ? നമ്മളെ സ്വന്തത്തിനുള്ള ചെലവ് കുറവും ദീനിനുള്ള ചെലവ് കൂടുതലുമായിട്ട് വരണം. സ്വന്തത്തിനുള്ള ചെലവ് കൂടുതലും ദീനിന് മൊത്തം ജീവിതകാലത്ത് കൊടുത്തത് കുറവും ആകരുത്. സ്വന്തത്തിനുള്ള ചെലവ് കോടിക്കണക്കിന്, ദീനിന് വേണ്ടി ചെലവഴിച്ചത് അതിന്റെ ശതമാനം കൂട്ടിയാൽ എത്രയോ 1/4%, 1/2%, 3/4% മാത്രം. അങ്ങനെ ആകരുത്. ദീനിന് വേണ്ടി കഴിവിന്റെ പരമാവധി ചെലവഴിക്കണം. അല്ലാഹു തആല അപ്പൊ ദുന്യാവ് ഇങ്ങനെ നീട്ടിത്തരും. അങ്ങനെ ദീനിന് ചെലവഴിക്കുന്ന ആളല്ലേ, അയാളെ ദുന്യാവ് കുറക്കാൻ പാടില്ലല്ലോ. കുടുംബത്തിന് ചെലവഴിക്കുന്ന ആളല്ലേ, അയാളെ ദുന്യാവ് കുറക്കാൻ പാടില്ലല്ലോ. അള്ളാഹുവിന്റെ നിശ്ചയാണ് അങ്ങനെ. കുടുംബ വിശാല ചെയ്യുന്ന ഒരാളെ നോക്ക് നിങ്ങൾ. കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും സാമ്പത്തികമായിട്ട് സഹായം ചെയ്ത ഒരു മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുടുംബത്തെ ഒരംഗത്തെ പോലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹായം കിട്ടാത്തില്ല. അങ്ങനെയായിരുന്നു ജീവിതം. അതുകൊണ്ടാണ് അല്ലാഹു തആല അത്രയും വർധനവ് കൊടുത്തത്. അപ്പൊ സമ്പത്ത് ഇങ്ങനെ ചെലവഴിക്കുന്നിടത്തും സൂക്ഷിക്കുന്നിടത്തുമൊക്കെ അതിന്റെ നിയമങ്ങൾ പാലിക്കും. മിതമായ ജീവിതത്തിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഓവറാകരുത്. സഹോദരിമാരോട് ഒരപേക്ഷ കൂടി കൂട്ടത്തിൽ പറയട്ടെ. ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തും അത് ചെലവഴിക്കുന്നിടത്തും പരിമിതമായ രൂപഭാവങ്ങൾ സ്വീകരിക്കണം. ഒരിക്കലും വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളും, ആരും ഭക്ഷിക്കാതെ കുടിയിലേക്ക് തള്ളേണ്ടി വരുന്നൊരു സ്വഭാവം ഉണ്ടാകരുത്. നല്ല വിലപിടിപ്പുള്ള ഭക്ഷണമാണ്. പഴയ കാലത്താണെങ്കിൽ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ആലകൾ ഉണ്ടായിരുന്നു. അതിൽ പശുക്കളുണ്ട്, മറ്റു ജീവജാലങ്ങളുണ്ട്. അവരൊക്കെ കഴിക്കും. അപ്പൊ പിന്നെ അത് ഇസ്രാഫിലേക്ക് പോകാറില്ല. ഇപ്പൊ പിന്നെ അത്തരത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെ കുറഞ്ഞുപോയി. ഭക്ഷണം കുഴിച്ചു മൂടുന്ന ഗതികേട് ഉണ്ടാകരുത്. പാകത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കണം. ആ ഭക്ഷണം അതിനനുസരിച്ച് കഴിക്കണം. രാത്രി ഉണ്ടാക്കിയ ഭക്ഷണം രാവിലെയും കഴിക്കുന്നതിന് തകരാറില്ല. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടുണ്ട് ആ ഭക്ഷണം. നമ്മളെ നാട്ടിലൊക്കെ അതിന് പഴഞ്ചോറ് എന്ന് പറയും, അല്ലേ? പഴഞ്ചോറ് എന്ന് പറയും. രാത്രി ഒന്ന് ഉറങ്ങിയിട്ടുള്ള ഭക്ഷണം രാവിലെ. രാത്രിത്തതാ എന്നാ വേണ്ട. ഇനി കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തള്ളേണ്ടതില്ല, അത് കഴിക്കണം. കുറ്റമില്ലത്. ശരീരത്തിന് കേടൊന്നും കൊണ്ടുണ്ടാവില്ല. നല്ലക്ക് സുരക്ഷിതമായി സൂക്ഷിച്ചാൽ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല. മൂടി വെക്കേണ്ട പോലെ മൂടി വെക്കുക, ഭദ്രമാക്കി വെക്കേണ്ട ഭദ്രമാക്കി വെക്കുക, ഒരു തകരാറുണ്ടാവില്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ രാത്രി ഭക്ഷണം, മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പോ ഭക്ഷണം ഇങ്ങനെ വർധനവുണ്ടായി. കൂടി വന്ന ആ വർധനവിന്റെ വിഷയം സുബഹി നിസ്കാരത്തിന് വന്നിട്ട്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സിദ്ദീഖ് തങ്ങൾ പോയിട്ട് പറഞ്ഞു, നബി ഇന്നലെ മുത്താലിമീങ്ങൾ ഏറെ വന്നപ്പോ തങ്ങൾ എന്റെ വീട്ടിലേക്ക് തന്ന ആളുകൾ സ്വഹാബത്ത് അവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചപ്പോ കൊണ്ടുപോയി ഭക്ഷണത്തിനേക്കാളും ഭക്ഷണം ഇങ്ങനെ കൊണ്ടുപോയി തളികയിൽ വെച്ചതിനേക്കാളും കൂടി വരും. ഒരു പിടി അവരെടുക്കുമ്പോ അവിടെ 2 പിടിയാണ് കൂടുതലായി വരുന്നത്. അത്രയും വർധനവുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നല്ല ഭക്ഷണമാണല്ലോ, ബാക്കി ഭക്ഷണം ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. തങ്ങൾ അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ രാത്രി അവിടെ വിശ്രമിച്ച ആ ഭക്ഷണത്തിൽ നിന്ന് പിറ്റേന്ന് രാവിലെ തങ്ങൾ കഴിച്ചു. അപ്പോ അതൊരു വേണ്ടാത്ത ഭക്ഷണമായി തങ്ങൾ കണ്ടിട്ടില്ല. കേടുവരാത്ത രീതിയിൽ സൂക്ഷിച്ച് ആ ഭക്ഷണം കഴിക്കാം. ഇന്നലത്തതല്ലേ എന്ന് പറഞ്ഞാൽ അതിനെ തള്ളേണ്ടതില്ല, നമുക്കത് കഴിക്കാം. നമ്മളെ പഴമക്കാരൊക്കെ അങ്ങനെ കഴിച്ച് രാവിലെ പണിക്ക് ജോലിക്കും പോകുമ്പോ തലേന്നുണ്ടാക്കിയ ആ ഭക്ഷണത്തിന്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ജോലി എടുക്കാൻ വേണ്ടി. പിന്നെ ഉച്ചക്കോ മറ്റോ വരുമ്പോഴാണ് ഒരു പുതിയ ഭക്ഷണം അവർക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഒരു ശീലം. അതുകൊണ്ട് ഒന്നും ആകാത്ത ഭക്ഷണം, കേടുവരാത്തത് നമ്മൾ തള്ളരുത്, ഒഴിവാക്കരുത്, വെറുതെ കൊണ്ടുപോയി കുഴിച്ചിടരുത്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, പാകത്തിനായിട്ടത് ഉപയോഗിക്കണം. അമിതമായ ഒരു ചെലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പാകത്തിനുള്ള ചെലവ് മതി. എവിടെയും പാകത്തിന്റെ രൂപം മാത്രം സ്വീകരിക്കുക, അതിൽ ബർക്കത്തുണ്ടാകും. ഓവറായാൽ അതിൽ ബർക്കത്തുണ്ടാകൂല.
അടുത്ത ഒരു ലക്ഷണം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ തൽക്കാലം ദുആയിലേക്ക് പ്രവേശിക്കും. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. മഹാന്മാരുടെ അടയാളം ഇതുവരെ എണ്ണിയത് ജീവിതത്തിൽ സന്നിവേശിപ്പിക്കേണ്ട സ്വഭാവങ്ങളാണ്. ഇനി കുറച്ചെണ്ണം എണ്ണുന്നത് ഒഴിവാക്കാനുള്ളതാണ്. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനോട് കൂടെ മറ്റൊരു ഇലാഹിനെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, അതുപോലെ തന്നെ ആരാധിക്കുന്നില്ല. ആരാധന അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹുവിനോട് മാത്രമാണ് ആരാധന നടത്തുന്നത്. വേറൊരു ഇലാഹിനോട് അവർ ആരാധിക്കുന്നില്ല. പടച്ച റബ്ബിനെ മാത്രമാണ് അവർ ഇലാഹായി വിശ്വസിക്കുന്നത്. ഇലാഹൻ ആഖറാന്ന് കണ്ടില്ലേ? അല്ലാഹു തആലാനെ വിളിച്ച് അല്ലാഹുവേ എന്നെ സഹായിക്കണം, അത് കഴിഞ്ഞ് പിന്നൊരാൾ വിളിക്കുന്നു മുത്തുനബിയെ എന്നെ സഹായിക്കണം. ആ പറഞ്ഞത് ഈ ആയത്തിന് എതിരല്ല സഹോദരങ്ങളെ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയില്ലേ? ആ സഹായവും അല്ലാഹുവിൽ നിന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിമിത്തമാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹായിച്ചാലും അല്ലാഹുവിന്റെ സഹായം തന്നെയാണ്. മലക്കുകൾ സഹായിക്കുന്ന വിവരം ഖുർആൻ പറഞ്ഞിട്ടില്ലേ? മലക്കുകളെ സഹായം ആരെ സഹായമാണ്? അതും അല്ലാഹുവിന്റെ സഹായമാണ്. മുത്തുനബി തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞില്ലേ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഭാര്യമാര് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസ്വാലിഹുൽ മുഅ്മിനീൻ വൽ മലായികതു ബഅദ ദാലിക ലഹീർ. അല്ലാഹു നിങ്ങളെ സഹായിയാണ്, ജിബ്രീലും നിങ്ങളെ സഹായിയാണ്, എല്ലാ മുഅ്മിനീങ്ങളും നിങ്ങളെ സഹായിയാണ്. അതിന്റെ പുറമെ കണക്കറിയാത്ത അത്രയും മലക്കുകളില്ലേ, അവരും തങ്ങളെ സഹായികളാണ്. അല്ലാഹുവിന്റെ ശേഷം എണ്ണി പറഞ്ഞത് ക്കുള്ള സഹായം അല്ലാഹു തആല കൊടുക്കുന്ന സഹായമാണ്. അപ്പോൾ സഹോദരങ്ങളെ അതും അല്ലാഹുവിന്റെ സഹായമാണ്. ഒരിക്കലും അത് ശിർക്കിന്റെ രൂപം വരുന്നില്ല. ഈ പറഞ്ഞത് അതാണ്. ശിർക്ക് വെക്കാതെ നല്ല തൗഹീദിലായി ജീവിക്കുന്നവരാണ്. അവരെ ജീവിതത്തിൽ ശിർക്ക് വരികയില്ല. ഇലാഹായി വിശ്വസിക്കുന്നത് അല്ലാഹുവിനെ മാത്രമാണ്. ബാക്കിയുള്ളവർ ആരും ഇലാഹല്ല. എത്ര വലിയ കഴിവുള്ളവരാണെങ്കിലും അവരാരും ഒരിക്കലും ഇലാഹാകുന്നില്ല. അതുകൊണ്ടല്ലേ വ്യത്യസ്ത കഴിവുകളും രൂപഭാവങ്ങളും ഒക്കെ കണ്ടിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് ഒരു സ്വഹാബി ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ ഒരൊറ്റ സുജൂദ് തങ്ങൾക്ക് ചെയ്യട്ടെയോ? എത്ര മുഅ്ജിസത്താണ് ഞാൻ കണ്ടത്, ഇതുവരെ കാണാത്ത എത്ര അത്ഭുതങ്ങളാ കണ്ടത്. ഒരു സുജൂദ് തങ്ങളെ കാലിന്റെ ഭാഗത്ത് ചെയ്യട്ടെയോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുജൂദ് അല്ലാഹുവിനുള്ള ഇബാദത്താണ്, മറ്റാർക്കും സുജൂദ് ചെയ്യാൻ പാടില്ല. ആർക്കും അങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ലൗ അമർതു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ല അമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഏതെങ്കിലും ഒരു സൃഷ്ടിവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ ഉത്തരവിടുകയാണെങ്കിൽ അത് ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഉത്തരവായിരിക്കും ഞാൻ ഇടുന്നത്. അത്രയും കടമയും കടപ്പാടും അവര് തമ്മിലുണ്ട്. എനിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് അല്ലാഹുവിന് മാത്രമേ നിർവഹിക്കാവൂ. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾ നോക്ക് നിങ്ങൾ, അവരാർക്കൊക്കെ സുജൂദ് ചെയ്യും? അവരെ ആരാധ്യന്മാരായ ആളുകൾക്കൊക്കെ അവർ സുജൂദ് ചെയ്യും. അത് ജീവിച്ചിരിക്കുന്നവർക്കും ചെയ്യും, അല്ലാത്ത സങ്കല്പങ്ങൾക്കും ചെയ്യും, പലതിനും ചെയ്യും. പക്ഷെ മുഅ്മിനീങ്ങൾ മുവഹിദീങ്ങൾ അവരെ സുജൂദ് അല്ലാഹുവിന് മാത്രമാണ്. കാരണം ഇബാദത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവിന് മാത്രമാണ്. അപ്പൊ മഹാന്മാരോട് സഹായാർത്ഥന നടത്തുന്നതും തവസ്സുൽ ചെയ്യുന്നതും ഈ വിഷയത്തിനോട് എതിരാവുകയില്ല. അവരോട് നമ്മൾ തവസ്സുൽ ചെയ്ത് സഹായാർത്ഥന നടത്തിയിട്ട് അല്ലാഹു തആല അവര് മുഖേന നമ്മെ സഹായിക്കുമ്പോ, നമുക്ക് സംരക്ഷണം തരുമ്പോ, അതും അല്ലാഹു തആല തരുന്ന സഹായം തന്നെയാണ്. ഒട്ടും സംശയമല്ല വിഷയത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയതാണ്. ഇവരതിന്റെ ഇടയാളന്മാരായി കാരണക്കാരായി എന്ന് മാത്രം. ബാക്കിയുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ കിട്ടുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അഭൗതിക മേഖലയിൽ കിട്ടുന്നതും അങ്ങനെ തന്നെയാണ്. നമുക്ക് രോഗം മാറ്റിത്തരാൻ വേണ്ടി കാരണമായിട്ട് ഡോക്ടറെ അല്ലാഹു തആല വെച്ചു. ആ ഡോക്ടർ നല്ല മരുന്ന് എഴുതി തന്നു.
നമ്മൾ കുടിച്ചു, രോഗം മാറി. രോഗം മാറ്റി തന്നത് ഡോക്ടറാണ് എന്റെ രോഗം മാറ്റി തന്ന ഒരാൾ പറഞ്ഞാൽ അയാൾ ഇസ്ലാമെന്ന് ഓർത്തു പോകുന്നില്ല. അതിന്റെ അർത്ഥം ഡോക്ടർ എന്റെ രോഗം മാറ്റാൻ കാരണമായി എന്നാണ്. യഥാർത്ഥത്തിൽ മാറ്റിയത് ആര് തന്നെയാണ്? അല്ലാഹു തആല തന്നെയാണ്. എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസം അങ്ങനെ തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം ചോദിച്ചവര് ഏറ്റവും കൂടുതൽ സ്വഹാബിമാരാണ്. തങ്ങളെ വഫാത്തിന് ശേഷവും തങ്ങളെ ജീവിതകാലത്തും ഒക്കെ സഹായം ചോദിച്ചിട്ടുണ്ട്, സഹായം കിട്ടിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ആ സഹായങ്ങൾ പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല, പല സംഭവങ്ങളുണ്ട്. തങ്ങളെ വഫാത്തിന് ശേഷം 2 വർഷവും ചുരുങ്ങിയ മാസവും ജീവിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ ഉടനെ 63-ാമത്തെ വയസ്സിൽ മഹാൻ വഫാത്തായി. മദീന പള്ളിയുടെ ഉള്ളിൽ വെച്ച് ജനാസ സംസ്കാരം നടന്നു. സ്വഹാബത്ത് ആ ജനാസ എടുത്തിട്ട് ഹുജറത്തു ഷരീഫയുടെ മുന്നിൽ വെച്ച് വാതിൽക്കൽ വെച്ചു. എന്നിട്ട് അവര് വിളിച്ചു പറഞ്ഞു, അബൂബക്കറിൻ ബിൽ ബാബി യാ റസൂലല്ലാഹ്. അപ്പുറത്ത് ഹുജറത്തു ഷരീഫയിൽ അന്തിയുറങ്ങുന്ന മുത്തുനബി തങ്ങളെയാ വിളിക്കുന്നത്. വാതിൽക്കൽ വെച്ച് വിളിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാതിൽക്കലുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, എന്ത് ചെയ്യണമെന്നാണ് സ്വഹാബത്തിന്റെ ചോദ്യം. ഹുജറത്തു ഷരീഫയിൽ നിന്ന് മറുപടി വന്നു, ലമ്മുൽ ഹബീബ ഇലൽ ഹബീബ് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. എന്റെ പ്രിയപ്പെട്ട എന്റെ സ്നേഹിതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എന്നിലേക്ക് ചേർത്ത് വെക്കൂ, അകത്തേക്ക് പ്രവേശിപ്പിക്കൂ. ചോദിച്ചിട്ടുണ്ട്, ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതൊന്നും തൗഹീദിന് എതിരല്ല. അതിന്റെ വിഷയം നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ വിളിക്കുമ്പോഴേക്ക് അയാൾ ഇസ്ലാമൊന്നും ഓർത്തു പോകുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിളിയിലാണ് പോകുന്ന തൗഹീദൊന്നുമല്ല നമ്മളെ തൗഹീദ്. അത് നല്ലോണം കുറ്റിയുറച്ച തൗഹീദാണ്. ആളുകൾക്ക്, ചില ആളുകൾക്ക് പേടിയാണല്ലോ, ഒരു വിളിയാണ് വിളിക്കുമ്പോഴേക്ക് ഒരു ഇസ്ലാമെന്ന് വിട്ടായി. അല്ലാഹു അല്ലാത്തവരെ ഒരാളെയും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആരാധ്യരായിട്ടുള്ള ശിർക്ക് എന്ന അർത്ഥത്തിലുള്ള ഒരു വിളിയും പാടില്ല. അത് മനുഷ്യരോടും പാടില്ല, സങ്കല്പങ്ങളോടും പാടില്ല, അചേതന വസ്തുക്കളോടും പാടില്ല, ഒന്നിനോടും പാടില്ല. അവരാരാധ്യരായി കണ്ട് ശിർക്ക് വെക്കുന്ന രീതിയിലുള്ള വിളിയും പ്രവർത്തനങ്ങളും അതാണ് പാടില്ല എന്ന് പറഞ്ഞത്. അതാണ് ഇവിടെയും പറഞ്ഞത്. വലിയ വലിയ മഹാന്മാരല്ലേ സ്വഹാബത്ത്, അവരല്ലേ വിളിച്ചതും അവർക്കല്ലേ സഹായം കിട്ടിയതും. അല്ലാഹു പവിത്രമാക്കിയ ഒരു ശരീരത്തെയും അവർ കൊല്ലുകയില്ല. പടച്ച റബ്ബ് പവിത്രമാക്കിയ ഒരു ശരീരത്തെയും അവർ കൊല്ലുകയില്ല. ഇല്ലാ ബിൽ ഹഖി, അവകാശത്തോടുകൂടെയല്ലാതെ. അവകാശം എന്ന് പറയുന്നത് ഒരു പ്രതികാരമാണ്. ഇസ്ലാമിക സംവിധാനങ്ങൾക്കനുസരിച്ച് പ്രതികാരം വീട്ടേണ്ട തെളിവൊക്കെ കിട്ടി കൊന്ന ഒരാള് ആ ശിക്ഷ എന്ന നിലക്ക് തിരിച്ചു വധിക്കപ്പെടും. അത് ആ അവകാശത്തോടുകൂടെയാണ്. അല്ലാതെ ഒരാളെയും അവർ കൊല്ലുകയില്ല. അല്ലാഹു തആല വധിക്കൽ നിഷിദ്ധമാക്കിയ ശരീരങ്ങൾ, പവിത്രമാക്കിയ ശരീരങ്ങൾ, ആ കൂട്ടത്തിൽ സ്വന്തം ശരീരവും ഉൾപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പാടില്ല. മറ്റൊരാളെയും ആ രൂപത്തിൽ അക്രമത്തിലൂടെയോ മറ്റോ കൊന്നുകളയാൻ പാടില്ല. ഒരു ജീവിയെപ്പോലും മഹാത്മാക്കൾ നോവിക്കാത്തതാണ്. അവരെപ്പോലും അള്ളാഹുവിന്റെ സൃഷ്ടി എന്ന അർത്ഥത്തിൽ ബഹുമാനം നൽകിയവരാണ്. വലാ യസ്നൂൻ, വേശ്യാവൃത്തി അവർ ചെയ്യുകയില്ല. കണ്ടില്ലേ ഇവിടെ 3 എണ്ണിയത്? അത് 3 അതേ മഅസിയത്തുകളുടെ, കുറ്റകൃത്യങ്ങളുടെ തലവന്മാരാണ്. ഒന്നാമതായി എണ്ണിയത് ശിർക്കാണ്, രണ്ടാമതായി എണ്ണിയത് കൊലപാതകമാണ്, മൂന്നാമത്തത് എണ്ണിയത് വേശ്യാവൃത്തിയാണ്. ഇതിലേക്കൊന്നും അവരുടെ ജീവിതത്തെ അവർ കൊണ്ടുപോവുകയില്ല. ഈ സംഗതികളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന ദുസ്വഭാവങ്ങളാണ്. ഇതൊന്നും അല്ലാഹു തആലയുടെ ഇഷ്ടദാസന്മാരിൽ ഉണ്ടാവുകയില്ല. വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമാ, ഇങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ വലിയ കുറ്റം അവര് നേരിടേണ്ടി വരും. കുറ്റത്തിനുള്ള വലിയ ശിക്ഷ അവര് അഭിമുഖീകരിക്കേണ്ടി വരും. ചെറിയ ശിക്ഷയല്ല. യുളാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് ശിക്ഷ ഇരട്ടി ഇരട്ടിയാക്കി നൽകപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാനാ, നരകത്തിൽ നിസ്സാരന്മാരായി കാലകാലം അവർ കഴിയേണ്ടി വരും.
അതേ സമയത്ത് ദുനിയാവെന്ന് അങ്ങനെ സംഭവിച്ചു പോയി. എന്നിട്ട് അതിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവരോ തൗബ ചെയ്ത് മടങ്ങുന്നവരോ ഈ കൂട്ടത്തിൽപ്പെട്ടവരല്ല. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ. ഇങ്ങനത്തെ തെറ്റ് സംഭവിച്ചു, എന്നിട്ട് അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങി ഈമാനിലായി സുഹൃതങ്ങളിലായി ജീവിച്ചാലോ അവർക്ക് നല്ല അവസരങ്ങൾ അല്ലാഹു നൽകും. മുഅ്മിനീങ്ങളാണ്. പക്ഷെ അവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംഭവിച്ചു, ഒരു വേശ്യാവൃത്തി സംഭവിച്ചു. മടങ്ങാൻ അവന് ചാൻസ് ഉണ്ട്, പഴുതുണ്ട്. തൗബ ചെയ്ത് മടങ്ങിയിട്ട് സുഹൃതങ്ങളുമായി ശിഷ്ടകാലം ജീവിക്കുമ്പോ അല്ലാഹു തആല അവർക്ക് നൽകുന്ന ഭാഗ്യം നോക്ക് നിങ്ങൾ. ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ തിന്മകളെ അല്ലാഹു തആല നന്മകളാക്കി പരിവർത്തിപ്പിച്ചു കൊടുക്കും. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ആ വാക്കിന്. മഹാന്മാര് പഠിപ്പിച്ചു, അല്ലാഹു തആല എത്ര തിന്മകൾ അവർ ദുനിയാവിൽ ചെയ്തിട്ടുണ്ടോ അതിന് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കുന്ന. ആർക്ക്? തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ. അവർക്കുള്ള സവിശേഷതയാണ്. ഇനി ആ കുറ്റകൃത്യത്തിലേക്ക് ഞാൻ ഇല്ല അല്ലാഹ്, എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു, മാപ്പാക്കണം എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് കേണപേക്ഷ നടത്തി തൗബ ചെയ്ത് മടങ്ങി അങ്ങനെ സുഹൃതങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആൾക്ക് ഖൈറാത്തുകൾക്ക്, നന്മകൾക്ക് അള്ളാഹു ഏറെ തൗഫീഖ് കൊടുക്കും. എത്ര തിന്മകൾ വന്നോ അതിന് പകരം ഇഷ്ടം പോലെ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കും. അല്ലെങ്കിലോ അവർക്കുള്ള ബഹുമാനമായിട്ട് തിന്മകളെ സ്ഥാനത്ത് അല്ലാഹു തആല ആഖിറത്തിലെത്തുമ്പോ നന്മകൾ മാത്രം കാണിച്ചു കൊടുത്തവരെ ബഹുമാനിക്കും. അങ്ങനെയുണ്ട് ഒരു തഫ്സീർ. യുക്രിമുഹുമുല്ലാഹു ഫിൽ ആഖിറ. പരലോകത്ത് അല്ലാഹു തആല അവർക്ക് ആദരവ് നൽകും. ഫയജഅലു മകാന സയ്യിആതി ഹസനാത്ത്. തിന്മകളുടെ സ്ഥാനത്ത് മുഴുവനും നന്മകൾ. തിന്മകൾ കാണാനേ ഉണ്ടാകൂല. അപ്പൊ ആ മനുഷ്യൻ പറയും, പടച്ചോനെ ഞാൻ കുറെ തിന്മകൾ ദുനിയാവിൽ വെച്ച് ചെയ്തിരുന്നല്ലോ, ഒന്നും കാണാനില്ലല്ലോ എന്ന് പറയുമ്പോ അല്ലാഹു തആല പറയും, നിന്റെ തിന്മകളുടെ സ്ഥാനത്തൊക്കെ ഞാൻ നന്മകൾ പകരം വെച്ചിട്ട് അവിടെ നിനക്ക് കൂടുതൽ ഫലം നൽകിയിട്ടുണ്ട്. തൗബ ചെയ്ത് മടങ്ങി നന്നായി ജീവിക്കാൻ നീ നിശ്ചയിച്ചില്ലേ, അന്ന് ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ മടങ്ങാനുള്ള ചാൻസ് ആണത്. കുറ്റകൃത്യങ്ങൾ ചെയ്തു പോയ ആളുകൾക്ക് മടങ്ങി വരാനുള്ള ചാൻസും കൂടിയാണത് തൗബ. തൗബ ചെയ്യുന്ന ആളുകൾക്ക് മൊത്തത്തിൽ ഇങ്ങനെ ലഭിക്കുന്ന പണ്ഡിതന്മാര് പറയുന്നത്. സഹോദരങ്ങളെ, തൗബ ചെയ്യുന്ന ആളുകള് ഇപ്പൊ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളൊന്നല്ലാതെ വേറെ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. വൻകുറ്റങ്ങൾ വേറെ ഉണ്ടല്ലോ. വൻകുറ്റങ്ങൾ 1, 2, 3, 10 അല്ല. ഇമാം സുബക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു 700-ലധികം ഉണ്ട് എന്നാ വൻകുറ്റങ്ങൾ. 700-ലധികം ഉണ്ട് വൻകുറ്റങ്ങൾ. ഇപ്പൊ ഈ പറഞ്ഞിരുന്നു ഒതുങ്ങൂല. 7 മാത്രാണെന്ന് കരുതരുത്, 700-ലധികം. ആ വൻകുറ്റങ്ങളിൽ ഏതെങ്കിലും സംഭവിച്ച ആളുകൾ അതിൽ നിന്ന് തിരുത്തി നന്നായി നല്ല നിലയ്ക്ക് ജീവിക്കാണ്. തിന്മകൾക്ക് പകരം അല്ലാഹു തആല അവിടെ നന്മകൾ വെച്ചു കൊടുക്കും. വക്കാന അല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹു തആല കൂടുതൽ പൊറുക്കുന്നവനും കൂടുതൽ കാരുണ്യം ചെയ്യുന്നവനുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവസാനം സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഒരാൾ എനിക്കറിയാം. നരകത്തിൽ നിന്ന് അവസാനം പോന്ന് അവസാനം സ്വർഗ്ഗത്തിലെത്തുന്ന ആളാണ്. എന്നിട്ട് അയാളെ ചിത്രം വിശദീകരിക്കാൻ ഖിയാമത്ത് നാളിൽ അയാളെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു തആല പറയും, അരിളു അലൈഹി സിഗാറ ദുനൂബിഹി വർഫഉ അൻഹു കിബാറഹാ. ചെറുദോഷങ്ങൾ മാത്രം ഒന്ന് കാണിച്ചു കൊടുക്കൂ, വൻദോഷങ്ങളൊന്നും കാണിക്കരുത്. അയാൾ ചെയ്ത വൻദോഷങ്ങളൊന്നും കാണിക്കരുത്, ചെറുദോഷങ്ങൾ മാത്രം ഒന്ന് മുന്നിലേക്ക് വെച്ചു കൊടുക്കൂ. അയാളെ കിതാബ് ഇങ്ങനെ മറിക്കുമ്പോ ചെറുദോഷങ്ങൾ ചെറുതിങ്ങനെ കാണുന്നുണ്ട്, വൻദോഷങ്ങളൊന്നും കാണുന്നില്ല. എന്നിട്ട് അയാളോട് ചോദിക്കുന്നു, അമിൽത കദാ ഫീ യൗമി കദാ വകദാ. ദിവസം പറഞ്ഞിട്ട് പറയുന്നു, ആ ദിവസത്തിൽ ഇത് ചെയ്തില്ലേ? അദ്ദേഹം പറയും, അതെ ചെയ്തിട്ടുണ്ട്. ഒന്നും അയാൾ നിഷേധിക്കുന്നില്ല. ഈ ചെറുദോഷങ്ങള് ഇങ്ങനെ കാണുമ്പോ, പടച്ചോനെ ഇപ്പൊ ഞാൻ കാണുന്നൊക്കെ ചെറുദോഷങ്ങളാണ്, ഇനി ഇതിന്റെ പുറത്ത് അപ്പുറത്തേക്ക് മറിക്കുമ്പോ വൻദോഷങ്ങൾ ഉണ്ടാകുമോ എന്ന നിലക്ക് ആ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത പേടിയാണ്. ആ പേടി ഇങ്ങനെ വരുന്ന സമയത്ത് അടുത്ത പേജ്
മറിക്കാൻ വേണ്ടി പറയുന്നു. മറിക്കുന്ന നേരത്തും കാണുന്നത് കുറെ സുഹൃതങ്ങളാണ്. അല്ലാഹു തആല പറയുന്നയാളോട്, നീ വൻദോഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ശരിയാണ്, പക്ഷേ ഫഇന്നലക മകാന കുല്ലി സയ്യിഅത്തിൻ ഹസന, എല്ലാ തിന്മയുടെ സ്ഥാനത്തും നിനക്ക് നന്മ തന്നുപോയി. അപ്പോഴാണ് അള്ളാഹുവിനോട് പറയുന്നത്, ഖദ് അമിൽതു അശ്യാഅൻ ലാ ഉറാഹു ഹുനാ, ഞാൻ കുറെ സംഗതി ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ഞാനത് കാണുന്നില്ലല്ലോ. അല്ലാഹു തആല പറയുന്നതിന് നിനക്ക് നന്മ പകരം തന്നു. നീ തൗബ ചെയ്ത് നന്നായില്ലേ, ആ തൗബ ഞാൻ സ്വീകരിച്ചു. തിന്മകൾ ഒരുപാട് നിനക്കുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി തന്നു. സഹോദരങ്ങളെ, എത്ര തിന്മകൾ ചെയ്ത ആളുകൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് മടങ്ങി വന്നു. അവര് പഴയകാലത്തെ തിന്മകളുടെ കറകൾ പറയുമ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുക്കുന്ന ആയത്താണിത്. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ, തൗബ ചെയ്ത് നല്ല വിശ്വാസത്തോടെ നല്ല സുഹൃതത്തോടെ പ്രവർത്തിച്ചു മുന്നോട്ട് നീങ്ങി അവർക്ക് അല്ലാഹു തആല പകരം നന്മകൾ കൊടുക്കും. നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള ഒരു മുഴക്കമാണ് വിശുദ്ധ റമദാൻ. അങ്ങനെ തന്നെ കാണണം. വിശുദ്ധ റമദാൻ മാറ്റത്തിലേക്കല്ലേ നമ്മളെ കൊണ്ടുപോകേണ്ടത്. അതിന് തയ്യാറെടുക്കേണ്ട ഒരു മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. തൗബ ചെയ്ത് മടങ്ങുന്ന മനുഷ്യൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ, അയാൾ മടങ്ങുന്നത് അല്ലാഹുവിലേക്കാണ്, വേറെ ആരിലേക്കല്ല. തൗബ ചെയ്ത് മടങ്ങുന്ന മനുഷ്യൻ അല്ലാഹുവിലേക്കാണ് മടങ്ങുന്നത്. ബഹുമാനമുള്ള ആളാണ്, അയാൾക്ക് ബഹുമാനം കൊടുക്കും, നല്ല ജീവിതം കൊടുക്കും. തൗബ പെട്ടെന്ന് ചെയ്താലുള്ള ഗുണം അങ്ങനെയാണ്. ചില ആൾക്കാർ ചിന്തിക്കും തൗബ ലാസ്റ്റാ ചെയ്യേണ്ടത്. എപ്പോ കിടക്കയിൽ ഇങ്ങനെ കിടന്നിട്ട് ഇനിയൊന്നും പള്ളിക്കും പോകാൻ കഴിയൂല, അങ്ങാടിയിലേക്കും പോകാൻ കഴിയൂല, ഒക്കെ തടസ്സായി, ആ ഒരു ഘട്ടത്തിലാണ്. അല്ല, തൗബ നേരത്തെ ചെയ്യണം. തൗബ എത്ര നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ല സുഖജീവിതം അല്ലാഹു തആല തരുന്ന പടച്ചവന്റെ ഓഫറുകൾ. യുമത്തിയുക്കും മത്താഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ, നിങ്ങൾ തൗബ ചെയ്താൽ നിങ്ങൾക്ക് സുഖസന്തോഷമുള്ള ജീവിതം തരും. നിശ്ചയിച്ച കാലാവധി വരെ നല്ല സന്തോഷമുള്ള ജീവിതം തരും. അള്ളാഹുവിന്റെ ഓഫറാണ്. അങ്ങനല്ലേ തൗബ ചെയ്ത് മടങ്ങിയപ്പോൾ ആളുകൾക്ക് അല്ലാഹു തആല കൊടുത്തത്. നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജനത എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. അവര് യൂനുസ് നബിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് സോപ്പിട്ട് ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ. അപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാമിന് മനസ്സിലായി, ഇവര് സോപ്പിട്ട് എന്നെ ഇങ്ങനെ കൂടാണ്, എന്നെ മയക്കിയിട്ട് ബഹുമാനിച്ചിട്ട്. ഇവര് ഷഹാദത്ത് കലിമൊന്നും ചൊല്ലുന്നില്ല, അള്ളാഹുവിൽ വിശ്വാസം ഏൽപ്പിക്കുന്നില്ല. മഹാനവറുകൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അവരിടയിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോ ആളുകൾ പറഞ്ഞു, ഇതുവരെ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു, നമ്മളിടയിൽ ഒരു നബി ഉണ്ടാകുമ്പോ അതിലേക്ക് അല്ലാഹു തആല അദാബ് ഇറക്കൂല. നമ്മളെ നാട്ടിൽ ഒരു നബി ഉണ്ടാകുമ്പോ ആ നബിനെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല ശിക്ഷ മാറ്റി വെക്കും. പക്ഷെ ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് യൂനുസ് നബി പോയി, ഇനി നമുക്ക് എന്തും സംഭവിക്കാം എന്ന പരിഭ്രമത്തിൽ അവർ കഴിയുമ്പോ ഒരു കാർമേഘം ഇങ്ങനെ മേൽഭാഗത്ത് ഉരുണ്ടു കൂടുന്നത് കണ്ടപ്പോ ജനങ്ങൾക്ക് എല്ലാവരും തീരുമാനിച്ചു, ഇത് നമുക്കുള്ള ശിക്ഷയാണ്. നമ്മൾ യൂനുസ് നബിയോട് നേരത്തെ ഷഹാദത്ത് കലിമ പറഞ്ഞില്ല. നമുക്കറിയാം, മനസ്സിലുണ്ട്, ഉറപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പ്രഖ്യാപിച്ചില്ല. അല്ലാഹു തആലാന്റെ ഭാഗത്തുനിന്ന് ശിക്ഷയാണ് വരുന്നത്. കാർമേഘം കണ്ട ഉടനെ തന്നെ അവർ ചൊല്ലി, വിശ്വാസം രേഖപ്പെടുത്തി. ലമ്മാ ആമനു കശഫ്നാ അൻഹും, അല്ലാഹു തആല പറഞ്ഞവർ വിശ്വസിച്ചപ്പോ ആ ശിക്ഷ നമ്മളങ്ങ് എടുത്തു മാറ്റി. വമത്തഅനാഹും ഇലാ ഹീൻ, ജീവിതാവസാനം വരെ സുഖജീവിതം കൊടുത്തു. തൗബ ചെയ്ത് മടങ്ങിയാൽ അങ്ങനെ നല്ല ജീവിതം അല്ലാഹു തആല തരും. എല്ലാവർക്കും ആഗ്രഹമല്ലേ, സാമ്പത്തിക രംഗത്ത് ഉഷാറാകണം, കുടുംബ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകണം, മറ്റേ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകണം. അതിനൊരു മറുമരുന്നാണ് തൗബ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു തആല ഖബൂലാക്കി തരട്ടെ. ദുആയിലേക്ക് പ്രവേശിക്കുന്നു. ധാരാളം ആളുകൾ സംഭാവന മാഷാ അല്ലാഹ്. ഖലീൽ തയ്യുള്ളതിൽ ഒരു മുത്തല്ലിമിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബറക്കത്തേറ്റി കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. എല്ലാ രംഗങ്ങളിലും ഖൈർ നൽകണേ റഹ്മാനെ. മാഷാ അല്ലാഹ്. മുനീർ അല്ലേ, മുഖ്താർ പീടിയ, അങ്ങനെ പീടിയുണ്ട് അവിടെ? ആ, നല്ല പീടിയാണ് മുഖ്താർ പീടിയ. ഈ സെറ്റിന്റെ ആളാണ്. അല്ലാഹു നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഖൈർ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. നിന്റെ ത്വാഅത്തിലായി ദീനിന്റെ ഖിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. എല്ലാ രംഗങ്ങളിലും സലാമത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി ബാക്കി എത്ര
ബാക്കി 6 ഉണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ആകുമ്പോഴേക്കും അത് പൂരിപ്പിക്കണം. എല്ലാവരും ആ വിഷയത്തിൽ സഹകരിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. നല്ല റാഹത്തോടെ നമ്മുടെ ദർസ് നടന്നു പോകണം. പിന്നീട് ഇന്നലെ മാഷ് ഓർമ്മപ്പെടുത്തിയതുപോലെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഈ നാട്ടുകാർക്കും മറുനാട്ടുകാർക്കും ഒക്കെ അഭിവൃദ്ധിയായിട്ട് ആ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ സജീവമാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഇസ്ലാമിന് നമ്മുടെ നാട്ടുകാർക്ക് പരിസരത്തുകാർക്കൊക്കെ ഖൈറാകുന്ന വിധത്തിൽ എല്ലാ സംവിധാനങ്ങൾക്കും അല്ലാഹു തആല അവസരം ഏകുമാറാകട്ടെ. അതിന് സഹായിക്കുന്ന നമുക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും സാദാത്തുക്കൾ, ഉസ്താദുമാർ, ഉമറാക്കൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി നമ്മെയും അവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.